ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഫാസ്റ്റിൽ കയറി അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ട്. ഗുഡ് ഈവനിങ്. കോണിക് സെക്ഷൻസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് സാറ് ശ്രീജിത്ത് സാർ എന്നെ കോണിക് സെക്ഷനിലേക്ക് എത്തിയത് അല്ലേ അഫ്ല? ജെറിനൊക്കെ കയറിണ്ടല്ലോ കോണിക് സെക്ഷന്. ശ്വേത ഈസ് ആൻസറിങ്. സാർ എക്സാമിന് സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നു. ഓക്കെ, അതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടായോ? ഇന്നലെ സാറ് തന്ന ക്വസ്റ്റ്യൻസ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? ശ്വേത, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. വാട്ട് അബൌട്ട് അതേഴ്സ്? വേറെ ആർക്കും വയ്യ പറയാൻ അല്ലേ? മക്കളെ, ഇന്നലെ തന്ന ക്വസ്റ്റ്യൻസ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? എവിടെ? ആർദ്ര ജോഷ് പറയുന്നുണ്ട് യെസ് എന്ന്. അനന്യ പറയുന്നുണ്ട് ഇറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ. അർച്ചന പറയുന്നുണ്ട് യെസ് യൂസ്ഫുൾ. ഫർഹാൻ പറയുന്നുണ്ട് യെസ് യൂസ്ഫുൾ. ഇന്നലെ അറ്റൻഡ് ചെയ്തവരോടാണ് ചോദ്യം. ഇന്നലെ സാറ് തന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? അതിന് ഏതാണ്ടൊക്കെ ചോദിച്ചോ? യെസ്. ഇത് അന്ന് മിസ്ന, നീ നല്ല ആളാട്ടാ. കോണിക് സെക്ഷൻ മാത്രം കയറി. ഇന്നലെ ഞാൻ തൊണ്ട കയറി ക്ലാസ് എടുത്തപ്പോ വന്നില്ല അല്ലെ? ഞാൻ പറഞ്ഞില്ലേ കെമിസ്ട്രി എക്സാമിന് മുമ്പ് സാർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തരുമെന്ന്. എന്താ ഇന്നലെ വന്നില്ല മിസ്ന? മൊബൈൽ ഇന്ന് കയറിയിട്ടുമില്ല. എന്ത് നോക്കിയില്ല അട്ടി? ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ലേ എക്സാമിന് മുമ്പ് സാർ എന്തായാലും അസിസ്റ്റന്റ് ക്ലാസ് വെക്കുമെന്ന്. നീ കാരണമാണ് ഞാൻ കോണിക് സെക്ഷൻ കൊണ്ട് ഇവിടെ നിൽക്കണത്. അന്ന് കോണിക് സെക്ഷൻ പറഞ്ഞത് കൊണ്ട്. ഓക്കെ, ഇന്നലത്തെ ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നോ മിസ്സിന്? സാറ് കൊടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആരെന്തെങ്കിലും മേടിച്ചായിരുന്നോ? പഠിച്ചായിരുന്നോ? ആരുടേതാ മേടിച്ചേ? ശ്രീയുടെ എന്ന് മേടിച്ചോ? ഗുഡ്. യൂസ്ഫുൾ ആയിരുന്നു ആ ക്വസ്റ്റ്യൻസ്? യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, ഗുഡ്. മുബീനൊന്നും കയറിയിട്ടില്ലല്ലോ. കയറുന്നവർക്ക് ക്ലാസ് എടുക്കാം. അഫ്ല, എങ്ങനെയുണ്ടാ ഇന്നത്തെ പരീക്ഷ? ഇന്നലത്തെ ക്ലാസ് വെച്ചാ ജെറിൻ ഉണ്ട്, എനിക്ക് സന്തോഷായി. ജെറിൻ ഈസ് ഹിയർ. താങ്ക് യു ജെറിൻ. നിവേദിത ഈസ് ആൻസറിങ്. സാർ എക്സാം ഈസി ആയിരുന്നു. നിവേദിത, ഇന്നലത്തെ ക്ലാസ് ഗുണമുണ്ടായോ? സാറുടെ റിവിഷൻ ക്ലാസ് അതുപോലെ ഇന്നലെ ക്വസ്റ്റ്യൻ തന്നതൊക്കെ യൂസ്ഫുൾ ആയോ? നമുക്ക് തരാനേ പറ്റുള്ളൂ. അത് മുതലാക്കി എടുത്ത് ഉപയോഗിച്ച് മാർക്കാക്കി മാറ്റേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് പലർക്കും ഹാഫ് ചൂടേ ഇല്ല. സോ വാട്ട് ക്യാൻ ഐ ഡു? ഇന്ന് നോക്ക്, അന്ന് ആരോ മിസ്നെയാണ് അന്ന് എന്തോ സംസാരിച്ച കൂട്ടത്തില് കോണിക് സെക്ഷൻസ് കഷ്ടം എന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുത്ത കമ്മിറ്റ്മെന്റ് ആണ് എക്സാമിന് മുന്നേ ഞാൻ കയറി ഒന്ന് റിവൈസ് ചെയ്യാം, കോണിക് സെക്ഷൻ ഒന്ന് സെറ്റാക്കി തരാം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ. കോണിക് സെക്ഷനിൽ പെരാബോള, ഹൈപ്പർബോള, എലിപ്സ് മാത്രമല്ലേ ഉള്ളൂ? പെരാബോള, ഹൈപ്പർബോള, എലിപ്സ് മാത്രമേ ഉള്ളൂ. സർക്കിൾ ഉണ്ടോ? കഴിഞ്ഞ വർഷം സർക്കിൾ ഡെലീറ്റഡ് ആയിരുന്നു, അതോടാ ചോദിച്ചത്. പെരാബോള, ഹൈപ്പർബോള, എലിപ്സ്. നല്ല ആളെടുത്താ ചോദിക്കും, അറിയില്ല. ജെറിനെ, ലെറ്റ് മീ ചെക്ക് 1 minute. Okay, shall we start? ഫിസിക്സ് എക്സാം എപ്പോഴാ മോനെ അഭിലാഷേ? ഇനിയിപ്പോ കെമിസ്ട്രി സാറെ കൊണ്ട് എടുപ്പിച്ചു, ഇപ്പൊ മാത്സ്, ഇനിയിപ്പോ ഫിസിക്സും കൂടി എക്സാമിനും പഠിക്കണം എന്ന് പറഞ്ഞു. ഫിസിക്സ് എക്സാം എപ്പോഴാന്ന് പറയാം. മിസ്സിനെ എന്നെ കുടിക്കാൻ പോലെ നീ കൂടി ഒന്ന് കൊടുക്ക്. മിസ്സിനെ പറഞ്ഞ് 21-ാം തീയതി. ശരി, 2 ഫിസിക്സ് ക്ലാസ് ഞാൻ തന്നെ എടുത്തു തരാം. നിങ്ങൾക്ക് കഷ്ടമുള്ള ഡെറിവേഷൻസ് എനിക്ക് വാട്സപ്പ് അയക്കും കേട്ടോ. മിസ്സിനെ കെമിസ്ട്രി അത്യാവശ്യം എഴുതാൻ പറ്റിയോ? സാറെ ക്ലാസ്സിലൊക്കെ യൂസ്ഫുൾ ആയിരുന്നോ? കെമിസ്ട്രി അത്യാവശ്യം എഴുതാൻ പറ്റിയോ? ഓക്കെ. ശ്വേത, ജെറിൻ
വാട്ട് അബൌട്ട് ജെറിൻ? ജെറിൻ ഇന്നലത്തെ റിവിഷൻ ക്ലാസ്സിൽ ഒന്നും വന്നു. ലോകേഷ്, നമുക്ക് തുടങ്ങാം. ഇനി കയറാത്തവര് കയറണ്ട, നമുക്ക് തുടങ്ങാം. Here we go. ഇവിടെ വാരി വലിച്ച് ഞാൻ പഠിപ്പിക്കില്ല എന്നല്ല. ഇക്വേഷൻ പറയും, ക്വസ്റ്റ്യൻ ചെയ്യും. ആർ യു റെഡി ഫോർ ദാറ്റ്? ഇക്വേഷൻ പറയും, ക്വസ്റ്റ്യൻ ചെയ്യും. ആർ യു റെഡി ഫോർ ദാറ്റ്? യെസ്. അപ്പൊ ആദ്യം സർക്കിൾ ചെയ്യാം. Here we go. എന്റെ പൊന്നു മക്കളെ എഴുതി വെച്ചോ, സർക്കിൾ. ഓക്കെ. സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? Can anyone say? റിവിഷൻ ക്ലാസ് ആയിട്ട് എടുത്താൽ മതി. നിങ്ങളുടെ മാത്സ് ടീച്ചർമാരെ പോലെ അടിപൊളിയായിരിക്കില്ല, എന്നാലും സാറെ കൊണ്ട് പറ്റുന്ന പോലെ എടുക്കാം. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ദിസ് ഈസ് ദ ജനറൽ എക്സ്പ്രഷൻ ഓഫ് സർക്കിൾ. പ്ലീസ് നോട്ട് ഇറ്റ്. അതില് ഈ എച്ച് ആൻഡ് കെ ആർ കോർഡിനേറ്റ്സ് ഓഫ് സെന്ററിന്റെ കോർഡിനേറ്റ്സ് ആണ് എച്ചും കെയും. H and K are the coordinates of center. Please note it quick. നേരെ ക്വസ്റ്റ്യൻ ചെയ്യാം. വേഗം ആവട്ടെ. പക്ഷെ വൈറ്റ് കളർ കാണുന്നില്ലേ ജെറിൻ? മറ്റുള്ളവർക്ക് വൈറ്റ് കാണുന്നുണ്ടോ? ഞാൻ മാറ്റാം, പക്ഷെ ഇപ്പൊ മറ്റുള്ളവർക്ക് കാണുന്നുണ്ടോ വൈറ്റ് കളർ? യെസ്. ശരി ജെറിനെ, നീ പറയുന്ന റിക്വസ്റ്റ് ഞാൻ സെറ്റ് ആക്കാം. ഓക്കെ, വൈറ്റ് മാറ്റി. സർക്കിൾ മകളെ, അതാ വീണ്ടും വൈറ്റ് ആണല്ലോടെ വരുന്നേ. സർക്കിൾ. ഓക്കെ. ലാസ്റ്റ് ഇക്വേഷൻ സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഒരു ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിൽ ഒറ്റ കാര്യം നമ്മൾ അറിയേണ്ടത്, എച്ച് കെ എന്ന് വെച്ചാൽ സെന്ററിന്റെ കോർഡിനേറ്റ്സ്. എച്ച് കെ എന്ന് പറയുന്നത് സെന്റർ, സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സ്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഇതാണ് ഒരു ഫോർമുല. ഇനി സർക്കിൾ നമ്മൾ അറിയേണ്ട ഫോർമുലയാണ് ജനറൽ ഫോർമുല. സർക്കിളിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c is equal to 0. ഇത് വലിയ സീറോ ഒന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ സംഭവം സിമ്പിൾ ആണ്. ആകെ കൂടി നോക്കാനുള്ളത് ഇംഗ്ലീഷ് ആൽഫബറ്റില് എഫ് കഴിഞ്ഞിട്ടാണ് ജി, പക്ഷെ സർക്കിളിന്റെ ഇക്വേഷനില് ജി കഴിഞ്ഞിട്ടാണ് എഫ്. ദാറ്റ് ഈസ് ഓൺലി ഡിഫറൻസ്. ഇംഗ്ലീഷ് ആൽഫബറ്റില് എഫ് കഴിഞ്ഞിട്ടാണ് ജി, ഇ എഫ് ജി എച്ച് ഐ. ഇവിടെ ജി കഴിഞ്ഞിട്ട് എഫ് ആവണമെന്ന് മാത്രം. വേർ സെന്റർ ഈക്വേഷന് സെന്റർ എന്ന് പറയുന്നത് മൈനസ് ജി കോമ മൈനസ് എഫ്. ഈക്വേഷന് സെന്റർ എന്ന് പറയുന്നത് മൈനസ് ജി കോമ മൈനസ് എഫ്. ഇത് രണ്ടും അറിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, ക്ലിയർ? എഴുതി കഴിഞ്ഞാൽ പറയാം. ഓക്കെ. Here we go. ഇതൊരു സർക്കിൾ ആണ്.
ഞാനൊരു സർക്കിൾ വരച്ചു. അത് വളഞ്ഞു പോയത് പാവപ്പെട്ട ആളായതുകൊണ്ടാണ്. ഓക്കെ, സർക്കിളൊക്കെ ഇവിടുന്ന് എടുത്ത് വരയ്ക്കാല്ലേ. നോക്ക്, ഇതൊരു സർക്കിളാണ്, നമ്മുടെ ഒരു പാവപ്പെട്ട സർക്കിള്. ഇതൊരു സർക്കിളാണ്. ഓക്കെ, സർക്കിളിന്റെ റേഡിയസ് 6 ആണ്. ഇതിന്റെ സെന്റർ ഒറിജിൻ ആണ് 0 0. സർക്കിളാ വരുന്നത് അല്ലെ, 0 0. ഇതിന്റെ ഒറിജിൻ 0 0. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ? വാട്ട് വിൽ ബി ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ? ക്യാൻ എനിവൺ റൈറ്റ്? മക്കളെ, നമുക്കറിയാം ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് വി നോ x minus h whole square plus y minus k whole square is equal to r square. അല്ലേ? ഇതാണ് ഇക്വേഷൻ. ഇവിടെ ഒറിജിൻ, ഒറിജിനിലാണ് സെന്റർ, ഇതാണ് സെന്റർ. അപ്പൊ സെന്റർ 0 0, അതായത് എച്ചും 0 ആണ്, കെയും 0 ആണ്. അവര് തന്നിരിക്കുന്ന സെന്ററിന്റെ കോർഡിനേറ്റ്സ്, സെന്റർ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സ്, ആദ്യത്തെ എക്സ് കോർഡിനേറ്റ് ആണ് എച്ച്, വൈ കോർഡിനേറ്റ് ആണ് കെ. അപ്പൊ എച്ചിന്റെ അവിടെയും വൈയുടെ അവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോ വാട്ട് വി വിൽ ഗെറ്റ്? ക്യാൻ എനിവൺ സേ വാട്ട് വി വിൽ ഗെറ്റ്? ഒന്ന് പറയുക. എച്ച് സർക്കിളിലേക്ക് പോകുന്നു അല്ലെ, എച്ച് കെ. ഓക്കെ, എച്ച് കെ. നമുക്ക് എന്താണോ സെന്റർ തന്നിരിക്കുന്നത്, സെന്ററിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് ആണ് എച്ച്, രണ്ടാമത്തെ വൈ കോർഡിനേറ്റ് ആണ് കെ. ഇവര് ഒറിജിൻ എന്ന് തന്നുകൊണ്ടാണ് നമ്മൾ 0 0 എടുത്തത്. നമുക്ക് ചോദ്യത്തില് ഈ സർക്കിളിന്റെ സെന്റർ, ഈ സർക്കിളിന്റെ മധ്യഭാഗം സെന്റർ ഒറിജിൻ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ 5ാം ക്ലാസ്സിലെ പഠിക്കുന്നുണ്ട്. ഒറിജിൻ എന്ന് വെച്ചാൽ 0 0 ആണ്. ഒറിജിനില് എക്സ് കോർഡിനേറ്റും 0 ആയിരിക്കും, വൈ കോർഡിനേറ്റും 0 ആയിരിക്കും. സോ എച്ചും കെയും 0 ആണ്. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എച്ചിന്റെ അവിടെയും 0 2 പ്ലസ് വൈ മൈനസ് കെയുടെ അവിടെയും 0 is equal to r square. So x minus 0 എന്ന് പറഞ്ഞാൽ it is, അവിടുന്ന് ബാക്കി ഇങ്ങോട്ട് എഴുതാം. x minus 0 is x, y minus 0 is y, is equal to r square, where r is the radius. So this will be the equation. For a circle with its center at the origin. ഒരു സർക്കിളിന്റെ സെന്റർ ഒറിജിൻ എന്ന് വെച്ചാൽ 0 0 ആവുകയാണെങ്കിൽ equation ഇങ്ങനെയാവും. x square plus y square equal to r square. Is it easy or not? Please tell me. Is it easy or not? Is it easy or not? Is it easy or not? I need your response, my dear students. I need your response. Is it easy or not? Yes, of course. Previous year question le circle le ചോദ്യം എടുത്ത് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഇക്വേഷൻ ഇതെല്ലാം. Yes. Take down the question, please. Circle le base ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Ready? Yes. Here we go. Find the center and radius find the center and radius. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക്. Can anyone post the formula for radius of a circle? റേഡിയസ് കാണണമെങ്കിൽ ജനറൽ ഫോമിൽ കാണാനുള്ള ഫോർമുല ആർക്കെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ നോളജ് ഒന്ന് ചെക്ക് ചെയ്യാൻ. റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. Can anyone post that equation? ഞാൻ നിങ്ങൾക്ക് അറിയുമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി നോക്കാൻ വേണ്ടി ചോദിച്ചതാ. ആർക്കെങ്കിലും ഒരാൾക്ക് അറിയാമെന്ന് അറിയാം റേഡിയസ് കാണാനുള്ള ഫോർമുല. Root of g square plus f square minus c. Very good.
ഇതും കൂടി നിങ്ങളുടെ ഇക്വേഷനിൽ എഴുതി വെച്ചോ. ഈ ഇക്വേഷൻ എഴുതിയപ്പോ റേഡിയസ്, ഈ ജനറൽ ഇക്വേഷൻ കഴിഞ്ഞിട്ട് റേഡിയസിന്റെ ഇക്വേഷൻ കൂടി എഴുതിക്കോ. റേഡിയസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് യെസ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. ഇതും കൂടി നിങ്ങൾ എഴുതണേ. റേഡിയസ് കാണാനുള്ള ഫോർമുല റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. ഇതൊക്കെ എന്തിനാണെന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയും. റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി, വേർ ജി ആൻഡ് എഫ് ആർ കോർഡിനേറ്റ്സ് ഓഫ് സെന്റർ. സെന്ററിന്റെ കോർഡിനേറ്റ്സ് ആണ് ജിയും എഫ്. ഓക്കെ, ക്ലിയർ? യെസ്, ഗുഡ്. റൂട്ട് ഓഫ് ജി എല്ലാം എഴുതി കഴിഞ്ഞോ? ഫോർമുല എഴുതി കഴിഞ്ഞോ? നൗ ടേക്ക് ഡൗൺ ദ ക്വസ്റ്റ്യൻ. Find the center and radius of the circle x square plus, this is a circle question. ഒരു സർക്കിൾ തന്നിട്ട് x square plus y square plus 8x plus 10y minus 8 is equal to 0. Have you noted? ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ സെന്ററും റേഡിയസും കാണണം. ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ്. ഫൈൻഡ് ഇറ്റ്സ് സെന്റർ ആൻഡ് റേഡിയസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പ്ലീസ് നോട്ട് ദിസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ റെഡി എങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഇഫ് യു ആർ സേയിങ് ദാറ്റ് യു ആർ റെഡി, വി ക്യാൻ മൂവ് അഹെഡ്. നിങ്ങൾ റെഡി എങ്കിൽ റെഡി. ഹൗ മെനി ഓഫ് യു ആർ റെഡി ഫോർ ദിസ്? റെഡി. മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാ നിങ്ങൾ വേറെ ഒന്നും അറിയണ്ട, ഫോർമുല ഒന്നും അറിയണ്ട. എന്റെ പൊന്നു മക്കൾ ശ്രദ്ധിച്ചോ. സർക്കിൾ ആണ് സാധനം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു നിരത്തി സർക്കിൾ തന്നാൽ നമുക്ക് അറിയാവുന്ന സാധനം ആദ്യം എഴുതാം. മക്കളെ. എന്താ നമുക്കറിയാം? വി നോ ജനറൽ ഫോർമുല. സർക്കിളിന്റെ ജനറൽ ഫോർമുല എന്താ? എന്റെ പൊന്നു മക്കൾ പറഞ്ഞേ. എക്സ് സ്ക്വയർ പ്ലസ് y square plus 2gx plus സാറേ ഇതെന്നതാ 2fy plus c is equal to 0. ഇതാണോ സാറ് തന്ന ഫോർമുല? ഒന്ന് മറിച്ച് നോക്ക്. gf എന്ന് വെച്ചാൽ ജനറൽ ഫോർമുല. Am I right, my dear students? gf എന്ന് വെച്ചാൽ ജനറൽ ഫോർമുല. ഇങ്ങനെ ഒരു ജനറൽ ഫോർമുല എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയണേ എന്നോട്. ഇങ്ങനെ ഒരു ജനറൽ ഫോർമുല നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? Say yes or no. Yes. സർക്കിളിന്റെ ജനറൽ ഫോർമുല എഴുതിണ്ട്. ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻ, ഗിവൺ ക്വസ്റ്റ്യൻ, GF ഉം GQ. എന്താ GF? ഗേൾഫ്രണ്ട് എന്ന് പറയില്ല കേട്ടോ. GF മീൻസ് ജനറൽ ഫോർമുല. ഇത് തന്നിരിക്കണം ഗിവൺ ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 8x plus 10y minus 8 equal to 0. ഈ തന്ന ക്വസ്റ്റ്യനും നമ്മുടെ ജനറൽ ഫോർമുലയും തമ്മിൽ ഒരു ബന്ധമുണ്ടോ നോക്ക്. തന്ന ക്വസ്റ്റ്യനും നമ്മുടെ ജനറൽ ഫോർമുലയും തമ്മിൽ ഒരു ബന്ധമുണ്ടോ നോക്കിയേ. ഉണ്ടോ? ഒരു റിസംബ്ലൻസ് ഫീൽ ചെയ്യണ്ടോ? അവര് തന്ന ചോദ്യവും നമ്മുടെ ജനറൽ ഫോർമുലയും തമ്മിൽ ഒരു റിസംബ്ലൻസ് ഫീൽ ചെയ്യണ്ടോ? പ്ലീസ് സേ യെസ് ഓർ നോ. അവര് തന്ന ക്വസ്റ്റ്യനും ക്ലിയർ അല്ലേ? യെസ്, ഗുഡ്. ഒരാള് പറഞ്ഞു യെസ് എന്ന്. ഓക്കെ, ഇവിടെ നോക്ക്. നമുക്ക് ഇതൊക്കെ സെയിം ആണ്, ഇതൊക്കെ ഒരേപോലെ ഉണ്ട്. അത് ബുദ്ധിമുട്ടിക്കണ്ട. ഇവിടെ നോക്കാം. ഇവിടെ എക്സിന്റെ കൂടെ ആരാ നിൽക്കുന്നേ? ഇവിടെ എക്സിന്റെ കൂടെ നിൽക്കുന്നത് 8 ആണല്ലോ സാറേ. ഇവിടെ എക്സിന്റെ കൂടെ ആരാ നിൽക്കുന്നത്? 2g. അപ്പൊ അത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോ ഇവിടെ എക്സിന്റെ കൂടെ 8, ഇവിടെ എക്സിന്റെ കൂടെ 2g. അപ്പൊ സാർ ഇവിടെ നോക്ക്. 2g is equal to 8. So g is equal to 8 by 2.
ജി കിട്ടി. ആ കൊള്ളാലോ, ഈ പരിപാടി കൊള്ളാലോ സാറേ. ഒരേപോലുള്ള രണ്ട് സാധനം എടുത്തു സാറേ. ഇവിടെ എക്സിന്റെ കൂടെ ഒട്ടി നിൽക്കുന്നത്, ഇവിടെ എക്സിന്റെ കൂടെ ഒട്ടി നിൽക്കുന്നത് അഫ്ല കറക്റ്റ്. എക്സിന്റെ കൂടെ ഒട്ടി നിൽക്കുന്നത് 8 ആണ്. ഇവിടെ എക്സിന്റെ കൂടെ ഒട്ടി നിൽക്കുന്നത് 2g ആണ്. ഒരേപോലെ ആളുകൾ ഇവിടെ എടുത്തു. എക്സിന്റെ കൂടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 2g ആണ്. ഈ ഇക്വേഷനിലെ എക്സിന്റെ, ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ, സാറ് പഠിച്ച ഫോർമുല, സാറ് പഠിപ്പിച്ച ഫോർമുല, ഇത് അവർക്ക് തന്ന ക്വസ്റ്റ്യൻ. ഇവിടെ എക്സിന്റെ കൂടെ 2g, ഇവിടെ എക്സിന്റെ കൂടെ 8. അത് രണ്ടും ഇക്വേറ്റ് ചെയ്തു. ഇവിടെ എക്സിന്റെ ഒപ്പം നിന്നത് 2g, ഇവിടെ എക്സിന്റെ ഒപ്പം നിന്നത് 8. സോ 2g = 8 ചെയ്തു. g = 8/2, 4 കിട്ടി. Am I right? Yes. ഇനി ഇവിടെ വൈയുടെ കൂടെ ആരാ നിൽക്കുന്നത്? 2f. ഇവിടെ വൈയുടെ കൂടെ ആരാ നിൽക്കുന്നത്? 10. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു. So f is equal to 10/2 and it is 5 പോളി. സാറേ ജി എഫും കിട്ടി സാറേ, പോളി സെന്റർ കിട്ടി സാറേ. ജിയും എഫും കിട്ടി സാറേ, സെന്റർ കിട്ടി. തന്ന ഇക്വേഷൻ തന്നെ പിടിച്ചു സാറേ. സംഭവം സിമ്പിൾ, സംഭവം സിമ്പിൾ. അടിപൊളി സാറേ. അടിപൊളി, അടിപൊളി, സിമ്പിൾ. ജിയും എഫും കിട്ടിയ ഞങ്ങൾക്ക് എന്താ സാറേ ഉപകാരം നോക്കിക്കോ. നമുക്ക് G4-ഉം F5-ഉം കിട്ടി. G4-ഉം F5-ഉം കിട്ടി. നമുക്ക് കിട്ടി G4 കിട്ടി, F5 കിട്ടി അല്ലേ? ഇത് കിട്ടിയ സുഖമല്ലേ? നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് വീനോ സെന്റർ. സെന്റർ എന്ന് വെച്ചാൽ മൈനസ് എന്താണ്? സെന്റർ എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ സെന്റർ? -g - f, -g - f. സോ ഇവിടെ g എന്താ എഴുതിയിരിക്കുന്നത്? 4. സോ സെന്റർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? -4. f എന്താ എഴുതിയിരിക്കുന്നത്? 5 - 5. Is it superb or not? How many of you got this answer? How many of you got this answer? Center -4. ജിയും എഫും കണ്ടുപിടിച്ചു. തന്ന ഇക്വേഷനെ എക്സിന്റെ കൂടെ നിൽക്കുന്ന ആളെയും വൈയുടെ കൂടെ നിൽക്കുന്ന ആളെയും കമ്പയർ ചെയ്തുകൊണ്ട്, എക്സിന്റെ കൂടെ നിൽക്കുന്ന കോഎഫിഷ്യന്റിനെയും വൈയുടെ കൂടെ നിൽക്കുന്ന കോഎഫിഷ്യന്റിനെയും ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ജിയും എഫും കണ്ടുപിടിച്ചു. ആ കിട്ടിയ ജിയും എഫും കിട്ടി. എവിടെ എഴുതി? ജി സെന്റർ കാണാനുള്ള ഫോർമുല. അവർ ക്വസ്റ്റിന് സെന്റർ കാണാൻ പറയുന്നത്. സെന്റർ കാണാനുള്ള ഫോർമുല GF അല്ല, -g - f ആണ്. സോ G 4 ആണെങ്കിൽ -g എന്ന് പറയുമ്പോൾ -4, F 5 ആണെങ്കിൽ -f എന്ന് പറയുമ്പോൾ -5. യു ഗോട്ട് ഇറ്റ്. ഇനി റേഡിയസ് സാറ് തന്നെ ഫോർമുല പറഞ്ഞു. റേഡിയസ് കാണാനുള്ള ഫോർമുല √g² + f² - c എന്ന്. സേസ് ഓർ നോ? സേസ് ഓർ നോ? സേസ് ഓർ നോ? നോ റെസ്പോൺസ് ഫ്രം യുവർ സൈഡ്. യെസ്. അപ്പൊ ഇവിടെ നോക്കിയേ, എന്റെ പൊന്നു മക്കൾ നോക്കിയേ, സിയുടെ സ്ഥാനത്ത് മക്കളെ, സിയുടെ സ്ഥാനത്ത് -8 ആണ്. പൊന്നു മക്കളെ, സിയുടെ സ്ഥാനത്ത് -8 ആണ്. നോക്ക്, സിയുടെ സ്ഥാനത്ത് -8 ആണ്. സിയുടെ സ്ഥാനത്ത് നമ്മൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്ക്, ജനറൽ ഇക്വേഷനിലെ സിയുടെ സ്ഥാനത്ത്, ജനറൽ ഇക്വേഷൻ നമുക്കറിയാവുന്ന ഇക്വേഷനിലെ സിയുടെ സ്ഥാനത്ത് -8 ആണ്. -8 ആണ്. -8 ആണ്. സോ സിയുടെ വാല്യൂ -8. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സിയുടെ വാല്യൂ -8. എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ്? Can anyone say G²? G² എന്ന് പറയുമ്പോൾ ജിയുടെ വാല്യൂ 4² പ്ലസ് എഫിന്റെ വാല്യൂ 5² മൈനസ് ഫോർമുലയിലുണ്ട്. സിയുടെ വാല്യൂ -8. മൈനസ് കഴിഞ്ഞാൽ എപ്പോഴും ഈ മൈനസ് ഫോർമുലയിലുള്ള മൈനസ്, ഈ മൈനസ് സിയുടെ വിലയിലുള്ള മൈനസ്, ഈ മൈനസ് ഫോർമുലയിലുള്ള മൈനസ്, ഈ മൈനസ് ക്വസ്റ്റ്യനിലുള്ള മൈനസ്, ക്വസ്റ്റ്യന് നമുക്ക് കിട്ടിയ വാല്യൂലുള്ള മൈനസ് സിയുടെ. സോ വാട്ട് വി വിൽ ഗെറ്റ്? √4 into square 16, 5 the square 25, minus into minus plus 8. So it will be √49. And my dear students, the answer is 7. 7 units എന്ന് എഴുതണം എന്നാണ് മാർക്ക് കിട്ടുക. So we have found out that center and radius. Is it easy or not? Please tell me. Is it easy or not? ഇത്രയേ ഉള്ളൂ അല്ലേ സാറേ? പൊളി. സർക്കിൾ ഇത്രയേ ഉള്ളൂ അല്ലേ സാറേ? സംഭവം പൊളിച്ചു. സർക്കിൾ ഇത്രയേ ഉള്ളൂ അല്ലേ സാറേ? ഈസി.
ഗുഡ്. ഓ, അഫ്ല ഉഷാറായി. ശ്രീജിത്ത് സാറിന്റെ മാത്സ് ക്ലാസ്സിൽ ആദ്യമായിട്ട് അഫ്ല ഇരിക്കണേ അല്ലേ? അഫ്ല ഇതൊക്കെ എന്ത് മാത്സും ഫിസിക്സ് ഒക്കെ വരുമ്പോഴല്ലേ അഫ്ല വേറെ ലെവല്. അതുകൊണ്ടല്ലേ സാർ കെമിസ്ട്രി വേഗം തീർത്തത്. കെമിസ്ട്രി വേഗം തീർന്നു കഴിഞ്ഞാൽ പിന്നെ സാറ് ഫിസിക്സും മാത്സും കൈവയ്ക്കും. അതുകൊണ്ടല്ലേ നിങ്ങളോട് പറയണേ. പൊളിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഹൗ മെനി ഓഫ് യു ആർ റെഡി ഫോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഹലോ. യെസ്, യെസ്, യെസ്. Good, good. Good, good. Next is take down the question. Find the equation of the circle. Find equation of the circle. Find equation of the circle with the center എന്താണ് center? 2 2. With the center 2 2 and passing through the point center 2 2 and passing through the point 4 5. 4 5. അരെ വാ, ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻ. സാർ എന്ത് പണിയാ സാറെ കാണിച്ചത്? തൊട്ട് മുന്നത്തെ ചോദ്യത്തില് സാർ ഇക്വേഷൻ തന്നിട്ട് സെന്ററും റേഡിയസും ആണ് സാറെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സാറേ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനില് സാർ ഒരു ഇക്വേഷൻ തന്നു, ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നു. എന്നിട്ട് സാറ് പാവം സാറ് വൃത്തിക്ക് പറഞ്ഞത് ഞങ്ങളോട് സെന്ററും റേഡിയസും കണ്ടുപിടിക്കാനാണ്. സാറേ, ഇവിടെ സെന്ററും പാസിംഗ് ത്രൂ പോയിന്റും, ഇവിടെ റേഡിയസ് അല്ല പാസിംഗ് ത്രൂ പോയിന്റ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? സാറ് പറയട്ടെ. നമുക്ക് തന്നിരിക്കുന്ന സെന്റർ ആണ് ഫസ്റ്റ് ഇക്വേഷൻ. ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ തുടക്കത്തിൽ എഴുതിയതാ. ഈ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്ന സെന്റർ ആണ് HK. ഈ വലിയ ഇക്വേഷൻ തരുമ്പോഴാണ് -G - F. ഇവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. ഈ നീളമുള്ള ഇക്വേഷൻ തരുമ്പോഴാണ് സെന്റർ -G - F. ഇങ്ങനെ ഒരു കുട്ടി ഇക്വേഷൻ സ്ക്വയർ രൂപത്തിൽ തരുമ്പോ HK ആണ് സെന്റർ. സെന്റർ HK, റേഡിയസ് R. ഓക്കെ, നീണ്ടു നിവർന്ന ഇക്വേഷൻ തരുമ്പോഴാണ് സംഭവം. അപ്പോ സെന്റർ ആണ് HK. സെന്റർ. വലിയ ഇക്വേഷൻ, നീണ്ട ഇക്വേഷൻ തരുമ്പോഴാണ് GF. ഇങ്ങനത്തെ സ്ക്വയർ റിലേഷൻ പാസിംഗ് ത്രൂ തരുമ്പോൾ HK. പാസിംഗ് ത്രൂ പോയിന്റ് ആണ് X കോർഡിനേറ്റും Y കോർഡിനേറ്റും. നമുക്ക് ആദ്യം റേഡിയസ് കണ്ടുപിടിക്കാം. We know what we know. We know x minus h whole square plus y minus k whole square is equal to r square. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ഇതാ ഇന്നത്തെ ദിവസം സാർ എഴുതിയ ആദ്യത്തെ ഫോർമുല. x minus h whole square plus y minus k whole square is equal to r square, where h and k are coordinates of center and r is radius. ഇന്നത്തെ ഫസ്റ്റ് ഫോർമുല നമ്മൾ എഴുതിയ ഫസ്റ്റ് ഫോർമുല അത് വെച്ച്. അങ്ങനെയെങ്കിൽ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 4 മൈനസ് എച്ചിന്റെ സ്ഥാനത്ത് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈയുടെ സ്ഥാനത്ത് 5 കെയുടെ സ്ഥാനത്ത് 2 is equal to 4 minus 2 is 2 square, 5 minus 2 is 3 square, 2 square is 4, r square, 2 square is 4, 3 square is 9. So r square എന്ന് വെച്ചാൽ 4 plus 9 13 കിട്ടും. r square ആണ് 13. So r എന്ന് വെച്ചാൽ √13. So we got radius. Yes or no? Say yes or no. Is it easy or not? Please tell me. So we got radius.
ഇസ് ഇറ്റ് ഈസി ഓർ നോട്ട്? സിമ്പിൾ ആയിട്ട് നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇക്വേഷൻ തന്നിട്ട് സെന്ററും റേഡിയസും കണ്ടുപിടിക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെന്ററും പാസിംഗ് പോയിന്റും തന്നിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ റേഡിയസ് കിട്ടി കഴിഞ്ഞില്ല. ഇനി ഇക്വേഷൻ കാണണം. നമുക്ക് റേഡിയസ് √13 കിട്ടി. വാട്ട് ഈസ് ദ ഇക്വേഷൻ? വി നോ ദ ഇക്വേഷൻ x minus h whole square plus y minus k whole square is equal to r square. This is the equation. So what is x in the സ്ഥാനത്ത് x എന്ന് എഴുതുക. x in the സ്ഥാനത്ത് you can write it as x for finding equation minus h. What is h here? It is 2. What is h here? It is 2 whole square plus y minus what is k? What is k? K is also 2. K is also 2. K യും 2 ആണ്. ഇതിൽ r എത്ര ഇട്ടിരിക്കുന്നത്? √13 സ്ക്വയർ. So a minus b whole square. അഞ്ചാം ക്ലാസ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് a minus b whole square എന്ന് വെച്ചാൽ a square minus 2ab plus b square. ഇത് തീരുമാനമാണ്. ഇത് പ്ലസ് ഇത് a minus b whole square. a square minus 2ab plus b square. ഇതും തീരുമാനമായി. is equal to √13 square 13. പൊളിയല്ലേ? പൊളിയാണോ അല്ലയോ? നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകുമ്പോൾ xy അതുപോലെ തന്നെ എഴുതിയാൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. പാസിംഗ് പോയിന്റ്. അപ്പോൾ വാട്ട് we will get x square minus 2 into 2 4x plus 4 plus y square minus 2 into 2 4y plus 4 is equal to 13. Am I right or not? ശരി. അപ്പൊ ഇതിനെ ഒന്ന് ചേർത്തി എഴുതുമ്പോ ഇവിടെ x square ഉണ്ട്. x square is there. അവിടെ y square ഉണ്ട്. plus y square is there. minus 4x ഉണ്ട്. minus 4x is there. minus 4y ഉണ്ട്. minus 4y is there. plus 4 8 ഉണ്ട്. plus 8 is there. അപ്പുറത്തെ സൈഡ് 13 ഉണ്ട്. Is it easy or not? നമുക്ക് അപ്പോഴേ തന്ന ക്വസ്റ്റ്യന്റെ രൂപത്തിൽ ഇക്വേഷൻ കിട്ടി. Is it easy or not? It is very easy, my dear students. This is very easy. Very easy. പൊളിയാണോ? സമോ സെറ്റ് ആണോ? Yes or no? Yes. Good. ഇതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ലാസ്റ്റ് x square plus y square minus 4x minus 4y plus 8 അപ്പുറത്ത് 13 അല്ലേ? എങ്ങനെ ഇട്ടിരിക്കുന്നത്? x square plus y square minus 4x minus 4y പിന്നെന്താണ്? plus 8 അപ്പുറത്ത് 13 plus 8 is equal to 13. ആ 13 ഇങ്ങോട്ട് വരുമ്പോ it will become minus 13. ഒരു സാധനം ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോ plus 13 will become minus 13 is equal to 0. രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാവുമ്പോ so x square plus y square minus 4x minus 4y 13 എന്ന് 8 പോയാൽ 5 ആണ്. വലുതിന്റെ ചിഹ്നം -5 is equal to 0. രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാവുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടുന്ന 6ാം ക്ലാസ്സിൽ മാത്സ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. സോ രണ്ട് വ്യത്യസ്ത ചിഹ്നം, ഒന്ന് പ്ലസ് ഒന്ന് മൈനസ്. അപ്പൊ വലുതെന്ന് ചെറുത് കുറയ്ക്കുക. 13 എന്ന് 8 പോയാൽ 5, വലുതിന്റെ ചിഹ്നം മൈനസ്. സോ ഹൗ ഡു യു ഫീൽ, മൈ ഡിയർ സ്റ്റുഡൻസ്? ഇസ് ഇറ്റ് ഈസി ഓർ നോട്ട്? രണ്ട് ടൈപ്പും സാർ ചെയ്തു. ഒന്ന് സെന്ററും റേഡിയസും കാണാൻ, മറ്റൊന്ന് ഇക്വേഷൻ കാണാൻ. രണ്ടും സെറ്റ് ഫുൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരെണ്ണം വീട്ടിൽ പോയി ചെയ്യാൻ തരട്ടെ, ഒരെണ്ണം വീട്ടിൽ നിന്ന് ചെയ്യാൻ തരട്ടെ. നാളെ ഉച്ചയ്ക്കല്ലേ എക്സാം. ഒരെണ്ണം വീട്ടിൽ നിന്ന് ചെയ്യാൻ തരട്ടെ. അഫ്ല, ഒരാളും വർത്താനില്ല. ഒരെണ്ണം എന്റെ പൊന്നു മക്കളെ വീട്ടിൽ നിന്ന് ചെയ്യാൻ തരട്ടേടാ.
ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ. വൺ തിങ് ഐ ക്യാൻ പ്രോമിസ് യു മൈ ഡിയർ സ്റ്റുഡൻസ്. എത്ര ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് മാത്സിൽ? മാത്സിൽ നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ഉണ്ട്? മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 14 ചാപ്റ്റർ. 14 ചാപ്റ്ററും ശ്രീജിത്ത് സാറ് കൈവച്ചിട്ടേ നിങ്ങളെ ബോർഡ് എക്സാമിന് വിടുള്ളൂ. അത് ആരെടുത്തോ, അഖില ടീച്ചർ എടുത്തോ, ശ്രുതി ടീച്ചർ എടുത്തോ, വിൻസാർ എടുത്തോ, അതെനിക്ക് മാറ്ററേ അല്ല. ഇതാ സാറുടെ പ്രോമിസ് ആണ്. 14 മാത്സ് ചാപ്റ്ററും ശ്രീജിത്ത് സാറ് റിവൈസ് ചെയ്തിട്ടേ പരീക്ഷയ്ക്ക് വിടുള്ളൂ. ഹാപ്പി? നാളത്തെ എക്സാമിന് 14 ചാപ്റ്ററും പറ്റില്ല. ഞാൻ പറഞ്ഞ ബോർഡ് എക്സാമിന് മുമ്പ് എന്റെ സബ്ജക്ട് കെമിസ്ട്രിയാ. ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മാത്സിന് കയറുന്നത്. ഹാപ്പി ഓർ നോട്ട്? ഹാപ്പി ഓർ നോട്ട്? ഹാപ്പി ഓർ നോട്ട്? യെസ്, ഗുഡ്. ഓക്കെ, 14 ചാപ്റ്ററും മാത്സില് മറ്റുള്ളവർ എടുത്തോട്ടെ, അവരൊക്കെ അടിപൊളി ടീച്ചേഴ്സ് തന്നെയാണ്. എന്നാൽ എന്റെ ഒരു സമാധാനത്തിന് സാറ് കൈവച്ചിട്ടേ നിങ്ങൾ ബോർഡ് എക്സാമിന് പോവുള്ളൂ. ഹാപ്പി? ഹാപ്പി? യെസ്. കെമിസ്ട്രി പിന്നെ ഓൾറെഡി എടുക്കും. ഫിസിക്സിൽ നിങ്ങൾക്ക് കഷ്ടമുള്ള സകല ഡെറിവേഷൻസും സാർ എടുത്തു തരാം ഫിസിക്സിൽ. ഓക്കെ, ഇപ്പൊ ഈ ഹാഫ് ഇയറിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെയാ ബുദ്ധിമുട്ട്? ഫ്ലൂയിഡ്സിലെ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് വേണമെങ്കിൽ സാർ എടുത്തു തരാം. ഫ്ലൂയിഡ്സിലെ ഓൾ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ഐ ക്യാൻ ഹാൻഡിൽ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ വീട്ടിൽ നിന്ന് ചെയ്യാൻ. ഫൈൻഡ് ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. Find the center and radius of the circle. Find the center and radius of the circle. X square, that question. This center of radius in Ghana. First question type. X square plus y square minus 4x minus 8y minus 45 is equal to 0. എഴുതരാം. എല്ലാവർക്കും ഈ സി വാല്യൂ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഈ എക്സിന്റെ കൂടെ ഒട്ടി നിൽക്കുന്ന സാധനം 2g. ഇവിടെ 2g minus 4 ആണ്. വൈയുടെ കൂടെ ഒട്ടി നിൽക്കുന്ന സാധനം 2f. സോ ഇവിടെ നമുക്ക് 2g is equal to -4 ഇട്ട് ഇക്വേറ്റ് ചെയ്യാം. -4 ഇട്ട് ഇക്വേറ്റ് ചെയ്യാം. 2f is equal to -8 ഇട്ട് ഇക്വേറ്റ് ചെയ്യാം. 2f equal to -8 ഇട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ ഇവിടെ g is equal to എന്ത് കിട്ടും? -4/2 -2. f എന്ത് കിട്ടും? -8/2 -4. So g -2 f -4. But is c? c യുടെ സ്ഥാനത്താണ് -45. c യുടെ സ്ഥാനത്ത് -45. c യുടെ സ്ഥാനത്ത് -45. ഇനി ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. g f c. ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെന്റർ കാണാനുള്ള ഫോർമുല ഞാൻ ഇവിടെ എഴുതാം. സെന്റർ കാണാനുള്ള ഫോർമുല minus g minus f, minus g minus f. So what we will get? Minus, what is g? G is -2. Minus of -2. What is minus f? What is f? -4. So minus of -4. So finally we will be getting what? Minus of -2 is +2. Minus of 2 4 are a center. How many of you got 2 4 as center? How many of you got 2 4 as center? അത് വലിച്ചടിച്ചു പോയില്ലേ? 2 4 are center. Minus of -2 is 2 and minus of -4 is 4. എത്ര പേർക്ക് 2 4 കിട്ടി? സെന്റർ 2 4 എത്ര പേർക്ക് കിട്ടി? 2 4 സെന്റർ. How many of you got this? Yes, center 2 4. Ni radius. What is the formula for radius? Root of g square plus f square minus c. So what we will get? Root of what is g square minus 2 square minus 4 square minus -45. Minus 2 square plus -4 square minus of -45. So what will be the answer? Can anyone say? Radius is equal to, can anyone say? 2 square 4, 4 square 16, minus into minus plus 45. 45 root 65. Is it correct? Am I right or not? Radius is root 65. Say yes or no. Now tell me, my dear students, circle the തലവേദന കഴിഞ്ഞാൽ പാരബോളയിലേക്ക് കിടക്കാം. സാറേ സർക്കിൾ പൊളി,
സർക്കിള് മാസാക്കി. ഇനി നമുക്ക് പരാബോള. ഹൗ മെനി ഓഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്? സാറേ സർക്കിള് പൊളിച്ച് അടിച്ച് താളിച്ചു സർക്കിള്. ഇനി നമുക്ക് സാറ് ആദിത്യ മോളും കഴിഞ്ഞ ക്ലാസ്സിൽ വന്നില്ല കേട്ടോ. ആദിത്യാഞ്ജന, ആദിത്യ ഇന്നലത്തെ കെമിസ്ട്രി എളുപ്പമായിരുന്നു നമ്മളെ സ്കൂളിലെ കെമിസ്ട്രി. യെസ്, ക്ലിയർ. സോ ഇനി സർക്കിളിന്റെ ടെൻഷൻ മാറി എന്ന് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക്. പക്ഷെ ഇന്നലെ വന്നില്ലല്ലോ നീ ക്ലാസ്സിന്, സാറുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ക്ലാസ്സിന്. ക്വസ്റ്റ്യൻ വാങ്ങിയായിരുന്നു ആരെയും കയ്യിൽ നിന്ന്? ഇന്നലെ വന്നായിരുന്നോ? യെസ്. പരബോള നോക്കിയാലോ? ഹൗ മെനി ഓഫ് യു ആർ റെഡി ഫോർ പരബോള? ഹൗ മെനി ഓഫ് യു ആർ റെഡി ഫോർ പരബോള? അഫ്ല ഈസ് റെഡി. ഇനി അത് ഫാസിലെ ഒരു വർത്താനം കാണാനില്ലല്ലോ. ഫാസിൽ ഓടി രക്ഷപ്പെട്ട. ഫാസിൽ പിന്നെ ക്ലാസ് തുടങ്ങിയാൽ മുണ്ടില്ല. റെഡി 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 റെഡി. ഓക്കെ ഓക്കെ, ഹിയർ വി ഗോ. പരബോള. എഴുതെടുത്തോ. പരാബോള. പരാബോള ഒരു 3 ലൈൻ എഴുതിയെടുക്കാം. ഇക്വേഷൻ, ഇക്വേഷൻ, ഗ്രാഫ്, വെർട്ടെക്സ്, ഫോക്കസ്, ലാറ്റസ് റെക്ടം. വെർട്ടെക്സ്, ഫോക്കസ്, ലാറ്റസ് റെക്ടം. എല്ലാരും എഴുതിയാൽ മതി. എല്ലാം. പിന്നെ ഡയറക്ട്രിക്സ്. ലാറ്റസ് റെക്ടം പിന്നെ ഡയറക്ട്രിക്സ്. എല്ലാരും പറഞ്ഞ പിന്നെ ഇക്വേഷൻ ഓഫ് ആക്സിസ്. ലാസ്റ്റ് ലൈന് ഇക്വേഷൻ ഓഫ് ആക്സിസ്. ഇക്വേഷൻ ഓഫ് ആക്സിസ്. ഇക്വേഷൻ ഓഫ് ആക്സിസ്. ഇത് ഇക്വേഷൻ ആണ് കേട്ടോ. EQA. ഇനി അറിയില്ല വിളിക്കില്ല എന്നുകൊണ്ട് തലവേദന എടുക്കണ്ട. The equation of axis. Equation of axis. Equation of axis. Okay, like equation and equation, graph, vertex, focus. LR means lattice rectum. Equation of directrix. Equation of directrix. LR means lattice rectum. You can write it as lattice rectum if you want. If you want, you can write it as lattice rectum. Yes, here we go. This is the first one. First one equation. Y square is equal to 4ax. ഇത് എങ്ങനെ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് വരയ്ക്കണ ശ്രദ്ധിച്ചു നോക്കിക്കോ. സാറ് ഇങ്ങനെ 2 ആക്സിസ് വരച്ചു. y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറഞ്ഞാൽ ഇതിനെ വിഴുങ്ങിയെന്നാണ്. വിഴുങ്ങിയെന്നാണ്. എക്സിനെ വിഴുങ്ങി. അപ്പൊ എക്സിനെ വിഴുങ്ങിയതാണ്. എക്സിനെ വിഴുങ്ങി എന്ന് പറയുമ്പോൾ എക്സിനെ നോക്കിയിട്ട് വലതുവശത്തേക്ക് വരും. എക്സ് ആക്സിനെ വിഴുങ്ങി. ഈ എക്സ് ആക്സിസ്, ഇത് y ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് പരാബോളയുടെ ഉള്ളിൽ പോയി. എക്സ് ആക്സിസ് പരാബോളയുടെ ഉള്ളിൽ പോയി. ഓക്കെ. ഇതിന് വരയ്ക്കണ ഈ പാരലൽ ലൈനിനെയാണ് നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഈ പാരലൽ ലൈനിനെയാണ് നിങ്ങൾ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ഈ രണ്ടും കൂടിയുള്ള മുട്ടിനെ ലാറ്റസ് റെക്ടം എന്ന് പറയും. ഇതാണ് ഡയറക്ട്രിക്സ്. എഴുതി വെച്ച എവിടെയെങ്കിലും ഈ സാധനമാണ് ഡയറക്ട്രിക്സ്. ഈ പാരലൽ ലൈനാണ് ഡയറക്ട്രിക്സ്. ഈ സാധനം ഇതിനെയാണ് ലാറ്റസ് റെക്ടം. ഈ ഉള്ളിൽ വരച്ചിരിക്കുന്ന റെഡ് ലൈനാണ് ലാറ്റസ് റെക്ടം. ഈ മൂഡ്, ഇതിന്റെ ബേസ് നിൽക്കുന്ന ഭാഗമാണ് വെർട്ടെക്സ്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? വെർട്ടെക്സ്, വെർട്ടെക്സ്, വെർട്ടെക്സ്. ഈ 3 അറിഞ്ഞാൽ മതി. ഈ 3 അറിഞ്ഞാൽ മതി. Is it okay or not? Is it okay or not?
നമ്മുടെ പരബോള ഇതാണ്. ഇതിന് അതിന്റെ ബാക്കിൽ വരയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് പാരലൽ ലൈനെയാണ് ഡയറക്ട്രിക്സ് എന്ന് പറയാ. ഡയറക്ട്രിക്സ് എന്ന് പറയാ. നമ്മുടെ വായ തുറന്ന് കിടക്കുന്ന പരബോളയുടെ രണ്ട് വായും കൂടി കൂട്ടിമുട്ടിച്ചാൽ അതിനാണ് ലാറ്റസ് റെക്ട് എന്ന് പറയാ. ഇത് അതിന്റെ ബേസ്, അതിന്റെ എന്താ പറയാ, അതിന്റെ സീറ്റ് എവിടെയാണ് നോക്കുക, അതാണ് അതിന്റെ വെർട്ടെക്സ്. ഇത്രയും സാർ പറഞ്ഞത് ക്ലിയർ ആണ് എന്നുള്ളവര് സേ യെസ്, പോസ്റ്റ് യെസ്. ഇത്രയും ശ്രീജിത്ത് സാർ പറഞ്ഞത് ഓക്കെ ആണ്, പോസ്റ്റ് യെസ്. ഇത് അറിഞ്ഞാല് ഫോർമുല പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഗുഡ്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസ് ഒറിജിനിലാണ്. ഇതിന്റെ ബേസ് ഒറിജിൻ എന്ന് വെച്ചാൽ 0 0. ഇവിടെ ഇത് ഒറിജിൻ ആണ്. എക്സ് ആക്സിസും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി കൂട്ടുന്ന സ്ഥലത്തേക്കാണ് ഒറിജിൻ എന്ന് പറയാ. ഒറിജിന്റെ വാല്യൂ 0 0. ഇവിടെ ഒരു പരബോള വന്നാൽ അതിന്റെ വെർട്ടെക്സ്, അതിന്റെ ബേസ് വരുന്നത് ഒറിജിനിലാണ്. ഈ ഒറിജിന്റെ വാല്യൂ 0 0 ആണ്. സേ യെസ് ഓർ നോ? സേ യെസ് ഓർ നോ? സേ യെസ് ഓർ നോ? Yes. Good. Focus. What is focus? Focus. X-axis-ൽ വിഴുങ്ങിയതുകൊണ്ട് X-axis-നെ വിഴുങ്ങിയതുകൊണ്ട് X-axis-ൽ A ഇട്ട് കൊടുക്കുക. X-axis-നെ വിഴുങ്ങിയതുകൊണ്ട് X കോർഡിനേറ്റ് A ഇടുക, മറ്റേത് 0 ഇടുക. X-axis വിഴുങ്ങിയ ആളാണ് അപ്പുറത്ത് വരിക, വലതുവശത്താണ് വിഴുങ്ങിയ ആൾ. X-axis-നെ വിഴുങ്ങിയത് കൊണ്ട് X കോർഡിനേറ്റിന്റെ അവിടെ A, Y കോർഡിനേറ്റിന്റെ അവിടെ 0. X-axis-നെ വിഴുങ്ങിയത് കൊണ്ട് X കോർഡിനേറ്റിന്റെ അവിടെ A, X-axis-നെ വിഴുങ്ങിയത് കൊണ്ട് ഓർഡേർഡ് പെയറിൽ X കോർഡിനേറ്റിന്റെ അവിടെ A, Yയുടെ അവിടെ 0. ഓക്കെ. ലാറ്റസ് റെക്ടം എല്ലാത്തിനും ആൻസർ സെയിം ആണ്. ഇറ്റ് ഈസ് 4A. ഈ ഡയറക്ട്രിക്സ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഈ ഡയറക്ടർമാര് ഇത്തിരി ഭ്രാന്തന്മാരായിരുന്നു. ഈ ഡയറക്ടർമാര്, സിനിമയ്ക്ക് എടുക്കുന്ന ഡയറക്ടർമാര് ഭ്രാന്തന്മാരാണ്, കേട്ടില്ലേ? സാധാരണ മനുഷ്യൻ നോക്കണതിന്റെ നേരെ ഓപ്പോസിറ്റ് വ്യൂവിലാണ് അവർ നോക്കി. ശരിയല്ലേ? ബുദ്ധിജീവികളല്ലേ ഡയറക്ടർമാരാവുക? സേ യെസ് ഓർ നോ? ബുദ്ധിജീവികളല്ലേ ഡയറക്ടർമാരാവുക? സേ യെസ് ഓർ നോ? യെസ്. അപ്പൊ ഈ ഡയറക്ടർമാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഡയറക്ടർമാർക്ക് നമ്മൾ രാവിലെ കണ്ടാൽ അവർക്കത് രാത്രിയായിരിക്കും, നമുക്ക് രാത്രി ഉള്ളത് അവർക്ക് രാവിലെ ആയിരിക്കും. അങ്ങനെയാണ് പല സിനിമയും പൊളിയണത്. അതേപോലെയാണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ നോക്കുമ്പോ ഇവിടെ ഫോക്കസ് നോക്കിയാൽ മതി. ഫോക്കസ് ഓപ്പോസിറ്റ് ആയ ആള്, ഫോക്കസ് വിപരീതമായ ആളാണ് ഡയറക്ടർ. ഞാൻ പിന്നെ കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഉടായി പോയിച്ചിട്ടാ പഠിപ്പിക്കുക. അതുകൊണ്ടാ പറയുന്നത് ഫോക്കസ് വിപരീതമായ ആളാണ് ഡയറക്ടർ. ഫോക്കസ് ഓപ്പോസിറ്റ് ആയ ആളാണ് ആര്? ഡയറക്ടർ. അപ്പൊ ഇവിടെ ഫോക്കസ് എന്താ? എക്സ് കോർഡിനേറ്റിൽ എ. എക്സ് കോർഡിനേറ്റിൽ എ എന്ന് ഫോക്കസ് പറയുമ്പോ ഡയറക്ടർ പറയും എക്സ് കോർഡിനേറ്റിൽ എ അല്ല -a. ഇനി ജന്മത്തിൽ മറക്കും. എക്സ് കോർഡിനേറ്റ് എ എന്നാണ് ഫോക്കസ്, ഫോക്കസിന്റെ നേരെ ഓപ്പോസിറ്റ് പറയാ. എക്സ് കോർഡിനേറ്റിൽ എ എന്ന് ഫോക്കസ് പറയുമ്പോ ഡയറക്ടർ പറയും എക്സിൽ -a ആണ്. ഇനി മറക്കോ? പറയാം. ഫോക്കസും ഡയറക്ട്രിക്സും ഇനി മറക്കുവോ? സേ യെസ് ഓർ നോ? ഇനി മറക്കുവോ? ഫോക്കസ് എ, ഫോക്കസ് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. ആദ്യത്തെയാണല്ലോ എക്സ് കോർഡിനേറ്റ്, ഇതാണല്ലോ വൈ കോർഡിനേറ്റ്. ഫോക്കസ് പറയും എക്സ് കോർഡിനേറ്റിൽ എ എന്ന് പറയുമ്പോൾ ഡയറക്ട്രിക്സ് പറയും എക്സിൽ -a ആണ്. നേരെ വിപരീതം. ഫോക്കസിൽ എക്സ് കോർഡിനേറ്റ് എ ആവുമ്പോ ഡയറക്ട്രിക്സ് പറയും എക്സിൽ -a ആണ്. ഫോക്കസ് പറയും എക്സ് കോർഡിനേറ്റിൽ എ എന്ന് പറയുമ്പോൾ ഡയറക്ട്രിക്സ് പറയും എക്സ് -a ആണ്. ഇനി ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്. ഇവിടെ ഫുള്ള് എക്സ് കൊണ്ടാ കളി. ഇവിടെ ഫുള്ള് എക്സ് ആണ് കളിയെങ്കിൽ, എക്സിലാണ് കളിയെങ്കിൽ y വിൽ ബി 0. ഇതാണ് ആക്സിസ്. കളി മുഴുവൻ എക്സിലാണ്. ഡയറക്ട്രിക്സ് എക്സിലാണ്. ഡയറക്ട്രിക്സ് എക്സിലാണ് കളിയെങ്കിൽ y 0. എക്സിലാണ് കളിയെങ്കിൽ y 0. അതും നോക്കണ്ട, ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. പരബോളയുടെ ഇക്വേഷൻ y² എന്നാണെങ്കിൽ y² തുടങ്ങുകയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ആക്സിസ് y = 0. അല്ലെങ്കിൽ നമുക്ക് എക്സ് ആക്സിസ് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് y = 0 പകരം we can write x axis. y² = 4x. ഫോർമുല y² = 4x ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ആക്സിസ് ക്വസ്റ്റ്യൻ y² ആണെങ്കിൽ ആക്സിസ് x ആക്സിസ് എഴുതാം. x ആക്സിസ്.
എക്സ് ആക്സിസ്. ക്വസ്റ്റ്യൻ വൈ സ്ക്വയർ ആണെങ്കിൽ ആക്സിസ് എക്സ് ആക്സിസ്. ഇനി രണ്ടാമത്തെ പാരാബോള. സിമ്പിൾ ആണ്, ഒന്ന് പഠിച്ചേക്കാം. ഇനി ഇതിലൊരു ഗുണമുണ്ട്, നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഗുണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്ലീസ് ലിസൺ. വെർട്ടെക്സ് എല്ലാത്തിന്റെയും വെർട്ടെക്സ് 0 0. ഇനി അത് പഠിക്കേണ്ട ആവശ്യം. എല്ലാത്തിന്റെയും ലാറ്റസ്റ്റ് റെക്റ്റം 4a ആണ്. തീരുമാനമായോ ഇല്ലയോ? എല്ലാത്തിന്റെയും വെർട്ടെക്സും ലാറ്റസ്റ്റ് റെക്റ്റവും സെയിം ആണ്. 4 ടൈപ്പ് പാരാബോളയുടെ വെർട്ടെക്സും ലാറ്റസ്റ്റ് റെക്റ്റവും സെയിം ആണ്. ഇനി തെറ്റിക്കോ? 4 പാരാബോളകളുടെയും വെർട്ടെക്സും ലാറ്റസ്റ്റ് റെക്റ്റവും സെയിം ആണ്. 4 പാരാബോളകളുടെയും വെർട്ടെക്സും ലാറ്റസ്റ്റ് റെക്റ്റവും സെയിം ആണ്. ഇനി തെറ്റിക്കോ? നോ വേ. ഇനി നമുക്ക് y സ്ക്വയർ 4x കഴിഞ്ഞപ്പോ ഒരു സമാധാനത്തിൽ ഞാൻ ഇടുന്നു. അടുത്തത് നോക്കിക്കോ. y സ്ക്വയർ -4x. അപ്പൊ നേരെ ഓപ്പോസിറ്റ്. അങ്ങോട്ട് നോക്കിയാള് ഇങ്ങോട്ട് നോക്കും, അങ്ങോട്ട് നോക്കിയാള് ഇങ്ങോട്ട് നോക്കും. ഇതാണ് ആക്സിസ്. അങ്ങോട്ട് നോക്കി നിന്ന പാരബോള ഇങ്ങോട്ട് നോക്കി. അപ്പൊ ഇതാണ് ബേസ് വെർട്ടെക്സ്, ഇതായിരിക്കും ഡയറക്ട്രിക്സ്, ഇതായിരിക്കും ലാറ്റസ്റ്റ് റെക്റ്റം. ഇനി ഞാൻ കുത്തി വരയ്ക്കണില്ല. അങ്ങോട്ട് തിരിഞ്ഞ ആൾ ഇങ്ങോട്ട് തിരിഞ്ഞു, അതുകൊണ്ടാണ് മൈനസ് വന്നത്. അങ്ങോട്ട് തിരിഞ്ഞ ആൾ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ y സ്ക്വയർ -4x. അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട്, വേറെ പ്രശ്നമില്ല. നെഗറ്റീവ് വന്നതുകൊണ്ട് ഫോക്കസിന്റെ അവിടെ -a0. എന്തുകൊണ്ട് -a0? മൈനസ്. നോക്ക്, ഫോക്കസ് -a ആവുമ്പോ ഡയറക്ടർ എന്ത് പറയും? ബുദ്ധി ഉണ്ടോ നോക്കട്ടെ. ഫോക്കസ് -a, എക്സ് കോർഡിനേറ്റ്, ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്. 10ാം ക്ലാസ് പഠിച്ചില്ല. ഒരു ഓർഡർ പേർ എഴുതുമ്പോൾ ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്. ഫോക്കസ് പറയാണ് എക്സ് -a ആണെന്ന്. കാലക്കേടാ. അപ്പൊ ഡയറക്ടർ പറയും, ഓ മോനെ ദിനേശ, നിങ്ങൾ -a ആണെങ്കിൽ ഞാൻ പറയും എക്സ് കോർഡിനേറ്റ് +a ആണ്. ക്വസ്റ്റ്യൻ വൈ സ്ക്വയറിലായതുകൊണ്ട് ആൻസർ എക്സ് ആക്സിസ്. How is this? Please tell me. Question y സ്ക്വയറിലായതുകൊണ്ട് ആൻസർ എക്സ് ആക്സിസ്. ക്വസ്റ്റ്യൻ വൈ സ്ക്വയറിലായതുകൊണ്ട് ആൻസർ എക്സ് ആക്സിസ്. Is it superb or not? ഇനി മൂന്നാമത്തെ, x square is equal to 4ay. ഇവിടെ പരാബോള ഇങ്ങനെയാണ്. പരാബോള ഇങ്ങനെ നോക്കിയിട്ടാണ്. ഇത് വെർട്ടെക്സ്, ഇത് ഡയറക്ട്രിക്സ്, ഇത് ലാറ്റസ്. Is it clear or not? ഇത് y ആക്സിസിനെ വിഴുങ്ങി. ആരെ വിഴുങ്ങി? ഇവിടെ y ആക്സിസിനെ വിഴുങ്ങിയിരിക്കുന്നു. ഇത്രയും നേരം ഇത് രണ്ടിലും x ആക്സിസാണ് വിഴുങ്ങിയത്. ഇവിടെ അതിന്റെ വായ്ക്കകത്ത് പെട്ടിരിക്കുന്നത് ഈ യുവിന്റെ വായ്ക്കകത്ത്, ഇവിടെ യുയുടെ വായ്ക്കകത്ത് പെട്ടത് x ആക്സിസാ, ഇവിടെ യുടെ വായ്ക്കകത്ത് പെട്ടത് x ആക്സിസാ. ഇവിടെ y ആക്സിസ് ആണ് യുവിന്റെ വായ്ക്കകത്ത് പെട്ടത്. യുടെ വായ്ക്കകത്ത് പെട്ടത്. അതുകൊണ്ട് ഇനി x കോർഡിനേറ്റിന്റെ അവിടെ 0 ആയിരിക്കും. y കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. മേലെ പോസിറ്റീവും താഴെ നെഗറ്റീവ് ആണ്. അപ്പൊ 0a. നോക്ക്, ഫോക്കസ് 0a. എന്താണ് y കോർഡിനേറ്റിൽ a വന്നത്? വൈയിലെ നോക്കി നിൽക്കണം. ഇവിടെ x അല്ല y ആ വിഴുങ്ങിയത്. ഇവിടെ വിഴുങ്ങിയത് വൈനെ. ഫോക്കസ് a ആണെങ്കിൽ ഡയറക്ടർ എന്ത് പറയും? മൈനസ്. അപ്പൊ x അല്ല, ഇവിടെ y ആണ്. y കോർഡിനേറ്റിൽ a എന്നാണ് ഫോക്കസ് പറയുന്നത്. y കോർഡിനേറ്റിൽ a എന്ന്. ഇയാൾ പറയും y -a. എന്ന്. ക്വസ്റ്റ്യൻ എക്സിലാണെങ്കിൽ ആൻസർ y ആക്സിസ്. Is it superb or not? സാർ 4 ഫോർമുലയും വെറുതെ എടുക്കുകയല്ല, പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. സാർ 4 കേസസും പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. കാരണം നാളെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മിസ്സാവാൻ പാടില്ല നമ്മുടെ മക്കൾക്ക്.
കഴിഞ്ഞോ? ഇനി ലാസ്റ്റ് വൺ, നാലാമത്തെ ടൈപ്പ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay. -4ay. ഇതാ നമ്മള് എക്സ് വൈ ആക്സിസും എക്സ് ആക്സിസും വരച്ചു. ഇപ്രാവശ്യത്തെ പരബോള ഇങ്ങനെ താഴോട്ട് നോക്കിയിട്ടാണ്. ഇത് വെർട്ടെക്സ്, ഇത് ഡയറക്ട്രിക്സ്, ഇത് ലാറ്റസ്. ക്ലിയർ? ഇവിടെ വൈ ആക്സിസിൽ തന്നെയാണ്, പക്ഷെ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വൈയിലായതുകൊണ്ട് -a. ഫോക്കസ് -a ആണെങ്കിൽ ഡയറക്ടർ പറയും +a ആണെന്ന്. ക്വസ്റ്റ്യൻ എക്സിലായതുകൊണ്ട് നമുക്ക് എഴുതാം വൈ ആക്സിസ്. എന്റെ പൊന്നു മക്കൾ പറയും, ഇനി പരബോള ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഫോർമുല സെറ്റാക്കി സാർ, ഇനി ഒരിക്കലും തെറ്റില്ല സാർ പൊളിയാക്കി തന്നു കോണിക് സെക്ഷൻ. ഇനി ഒരിക്കലും തെറ്റില്ല, വേറെ ലെവലാക്കി കോണിക് സെക്ഷൻ. അതായത് പരബോള, സർക്കിളും പരബോള സെറ്റാണ്. എന്നാ ക്വസ്റ്റ്യൻ ചെയ്താലോ? If you are ready for doing questions, I am ready. If you are ready, 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 I am ready. Always ready. Okay, good. ചോദ്യം ചെയ്യാം. Are you ready? Yes, of course. Are you ready? Yes. Good. Here we go. Take down the question. Find the equation of parabola. Find the equation of parabola with focus നമുക്ക് ആകെ കൂടി ഫോക്കസ് മാത്രമേ തന്നിട്ടുള്ളൂ. with focus 6 0. Find the equation of the parabola with focus 6 0. Find its directrix also. Equation of directrix. എന്റെ പൊന്നു മക്കളെ, സംഭവം സിമ്പിൾ ആണ്. ഇതിൽ എക്സ് കോർഡിനേറ്റിലാണ് തന്നിരിക്കുന്നത് a. സോ ഇത് ഏത് ഫോമിലാണ്? നമുക്ക് തന്നിരിക്കുന്ന ഫോക്കസ് നമുക്കറിയാം തന്നിട്ടുള്ള ഫോക്കസ് A0 എന്നുള്ള രൂപത്തിലാണ്. A0 എന്നുള്ള രൂപത്തിൽ ഏത് പരബോളയാണ് വരുന്നത്? A0 എന്നുള്ള രൂപത്തിൽ വരുന്നത് ഈ പരബോളയാണ്. A0. സോ ഇത് ഏത് പരബോളയാ A0 വരുന്നത്? നോക്കിയേതാ A0. ഫോക്കസ് A0 വരുന്നത് ഈ പരബോളയാണ്. അതിന്റെ ഇക്വേഷൻ y² = 4ax. എയുടെ ഭാഗത്ത് 6 അവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഫോക്കസ് വരുന്നത് ഈ ഫോർമുലയാണ്. ഓക്കെ, സോ എയുടെ അവിടെ 6 ആണ്. സോ നമുക്കറിയാം ഫോർമുല y² = 4ax ആണ്. എയുടെ ഭാഗത്ത് 6 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y² = 4 × 6 × x. That is y² = 24x. This is the required equation of parabola. Directrix കാണാൻ പറഞ്ഞാൽ നമുക്കറിയാം ഫോക്കസിന്റെ ഓപ്പോസിറ്റ് ആണ്. ഫോക്കസ് എന്താണ്? x കോർഡിനേറ്റിൽ 6 എന്നാണ്. ഡയറക്ടർ അപ്പോൾ ഓപ്പോസിറ്റ് ആണ് പറയുക. അപ്പോൾ ഡയറക്ടർ പറയും x = -6. So this is the equation of directrix. How is this? Say yes or no. Is it superb or not? ഇപ്പൊ പൊളിച്ചോ ഇല്ലയോ? കൺഫ്യൂഷൻ തീർന്നോ ഇല്ലയോ? Tell me quick. പൊളിച്ചില്ലേ? സമം പെടയല്ലേ? യെസ്, ഗുഡ്. വരാത്തവർക്ക് നഷ്ടം. ഒന്നുമില്ല മഹാറാണി, ഫോക്കസ് നമുക്കറിയാലോ. ഫോക്കസ് ക്വസ്റ്റ്യൻ തന്നിട്ട് 6 0. ഫോക്കസിൽ എന്താ അർത്ഥം? എക്സ് കോർഡിനേറ്റ് 6 എന്ന്. ശരിക്കും ഫോക്കസ് വെച്ച് എഴുതുകയാണെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് എക്സ് കോർഡിനേറ്റിന്റെ അവിടെ 6 എന്നാണ്. അപ്പൊ x = 6 ആയിരിക്കും. ഡയറക്ടർ എപ്പോഴും അതിന്റെ ഓപ്പോസിറ്റാ പറയാ. ഫോക്കസ് x = 6 എന്ന് പറയണമെങ്കിൽ ഡയറക്ടർ എപ്പോഴും അതിന്റെ ഓപ്പോസിറ്റ് പറയും. 6 ആണെങ്കിൽ ഡയറക്ട്രിക്സ് എഴുതുമ്പോൾ അത് -6 ആക്കിയത്.
ഇനി ഫോക്കസ് മൈനസ് ആണ് പറയണമെങ്കിൽ നമ്മൾ അതിന് എന്താക്കി എഴുതണം? ഡയറക്ട്രിക്സിൽ പ്ലസ് എഴുതണം. ക്ലിയർ? ക്ലിയർ? ഇതെങ്ങനെ എക്സ് വന്നത്? ഇത് എക്സ് കോർഡിനേറ്റ് ആണ്. വൈ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ്. അതാണ് എക്സ് കോർഡിനേറ്റ് എന്ന് കാണിക്കാനാണ് എക്സ്. എക്സ് കോർഡിനേറ്റ് എന്ന് കാണിക്കാനാണ് എക്സ്. 6 ആണ് ശരിക്കും. പക്ഷെ ഡയറക്ട്രിക്സ് എഴുതുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് കയറും. ക്ലിയർ? ക്ലിയർ? എക്സ് കോർഡിനേറ്റ് ആയതുകൊണ്ടാണ് എക്സ്. ഇനി വൈ കോർഡിനേറ്റിലാണ് വന്നതെങ്കിൽ അവിടെ വൈ വരും. വൈ കോർഡിനേറ്റിലാണ് വന്നതെങ്കിൽ ഇവിടെ വൈ വരും. പക്ഷെ ഇവിടെ എന്താണോ വാല്യൂ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആണ് ഡയറക്ട്രിക്സിൽ വരിക. ഇസ് ഇറ്റ് ഈസി? ഇസ് ഇറ്റ് ഈസി? യെസ്, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡയറക്ട്രിക്സ്. ഫൈൻഡ് the directrix of parabola. Find directrix of parabola. X square is equal to minus 4ay. ഇതിന്റെ ഡയറക്ട്രിക്സ് കാണാനാണ് പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻ എക്സിലാണ്. അപ്പൊ ഫോക്കസ് വൈ കോർഡിനേറ്റിലാണ് വരിക. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഫോക്കസ് നമുക്കറിയാം വൈ കോർഡിനേറ്റിലാണ് വരിക. അപ്പൊ 0 മൈനസ് എന്നുകൊണ്ട് മൈനസ് എ ആണ്. 0 മൈനസ് എ ആണ്. നമ്മുടെ ഇക്വേഷൻ നോക്കി. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. ഇതാ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay ഫോക്കസ് 0 മൈനസ് എ ആണ്. 0 മൈനസ് എ ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay 0 മൈനസ് എ ആണ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞു ഇത് വൈ കോർഡിനേറ്റ് ആണ്. എന്ത് കോർഡിനേറ്റ് ആണ്? വൈ കോർഡിനേറ്റ്. അപ്പൊ ഇവിടെ വൈ ഇസ് ഈക്വൽ ടു, ഇവര് മൈനസ് എ തന്ന ഇയാൾ പറയും പ്ലസ് എ ആണ്. ഇവര് മൈനസ് എ തന്ന ഇയാൾ പറയും പ്ലസ് എ. വൈ കോർഡിനേറ്റിൽ മൈനസ് എ എന്നാണ് ഫോക്കസ്. അതിന്റെ മൈനസ് ആണെങ്കിൽ ഡയറക്ട്രിക്സിൽ വൈ കോർഡിനേറ്റ് പ്ലസ് എ എന്ന് പറഞ്ഞ ഡയറക്ട്രിക്സ് ആയി. ഇസ് ഇറ്റ് ഈസി ഓർ നോട്ട്? പ്ലീസ് ടെൽ മീ. ഇസ് ഇറ്റ് ഈസി ഓർ നോട്ട്? ഫോക്കസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡയറക്ട്രിക്സ്. ഫോക്കസിന്റെ നേരെ ഓപ്പോസിറ്റ് ചിഹ്നമാണ് എന്ത്? ഡയറക്ട്രിക്സ്. Easy or not? Is it easy or not? Now is it easy or not? Next question. Next question. Next question. Next question. For the parabola, y square is equal to 8x. Y square is equal to 8x. Find എന്തൊക്കെ കാണാൻ അറിയാം? വെർട്ടെക്സ് കാണണം, ഫോക്കസ് കാണണം, ലാറ്റസ് റെക്റ്റം കാണണം, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് കാണണം, ആക്സിസ് കാണണം. Are you ready? How many of you are ready? ഒരു പരബോള തന്നിട്ടുണ്ട്, അതിന്റെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കാണാം. നമുക്കറിയാം given equation is y square is equal to 8x. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? നമുക്കറിയാവുന്ന ഇക്വേഷൻ, നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ y square equal to 4ax ആണ്. Say yes or no? നമ്മൾ ഈ ടൈപ്പിൽ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ y square equal to 4ax ആണ്. y square equal to 4ax ആണ് പഠിച്ചിരിക്കുന്നത്. അത് ജനറൽ ഫോം തന്ന ക്വസ്റ്റ്യന്റെ രൂപത്തിൽ എഴുതി. എക്സിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് 8, ഇവിടെ എക്സിന്റെ കൂടെ നിൽക്കുന്നത് 4a. ദാറ്റ് ഈസ് 4a is equal to 8. ഇവിടെ എക്സിന്റെ കൂടെ നിൽക്കുന്നത് 8, ഇവിടെ എക്സിന്റെ കൂടെ നിൽക്കുന്നത് 4a. നമുക്ക് ഏത് രൂപം അറിയോ ആ രൂപമായിട്ട് കമ്പയർ ചെയ്യാം. ഇവിടെ എക്സിന്റെ അവിടെ 8, ഇവിടെ എക്സിന്റെ അവിടെ 4a. So 4a is equal to 8, a is equal to 8/4, it is equal to 2. a കിട്ടിയാൽ എല്ലാം കഴിഞ്ഞു. Am I right or not? Say yes or no? Say yes or no? നമുക്ക് അറിയാവുന്ന ഫോർമാറ്റും വെച്ച് കമ്പയർ ചെയ്യുക. നമുക്ക് തന്ന ക്വസ്റ്റ്യന്റെ രൂപം ഏത് ഫോർമാറ്റ് ആണെന്ന് നോക്കിയിട്ട് തന്ന ക്വസ്റ്റ്യന്റെ രൂപം
ഏത് ഫോർമാറ്റ് ആണെന്ന് നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. സംഭവം എ കണ്ടുപിടിച്ചു. എ എത്ര കിട്ടി? 2 കിട്ടി. എ എത്ര കിട്ടി? 2 കിട്ടി. സോ എ ഇസ് ഈക്വൽ ടു 2. ഇനി വെർട്ടെക്സ് എത്ര? വെർട്ടെക്സ് ഏതൊരു പരബോള എടുത്താലും വെർട്ടെക്സ് 0 ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 2 ഫോക്കസ് കാണാനുള്ള ഫോർമുല ഈ തന്നിരിക്കുന്ന പരബോളയില് y² = 4x ഫോക്കസ് കാണാനുള്ള ഫോർമുല a 0 ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന a വാല്യൂ 2 ആണ്. സോ ഇറ്റ് ഈസ് 2 0. ഇനി കൈയോടെ ഡയറക്ട്രിക്സ് എഴുതാം. ഡയറക്ട്രിക്സ് നേരെ ഫോക്കസിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്താ ഫോക്കസ് പറയുന്നത്? എക്സ് കോർഡിനേറ്റിൽ എ എന്ന്. അപ്പൊ നമ്മളാൾ പറയും എക്സ് കോർഡിനേറ്റിൽ ഇവിടെ എ ആണെങ്കിൽ -a. ദാറ്റ് മീൻസ് ഇവിടെ എയുടെ അവിടെ 2 ആയതുകൊണ്ട് x is equal to -2. എയുടെ അവിടെ 2 ആയതുകൊണ്ട് x is equal to ഇവര് x is equal to a തന്നതുകൊണ്ട് ഇവര് നേരെ ഓപ്പോസിറ്റ് x is equal to -a. എയുടെ അവിടെ 2 ആയതുകൊണ്ട് x is equal to -2. ഇനി എന്താണ്? ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം കാണാനുള്ള ഫോർമുല ഇറ്റ് ഈസ് 4a. That means here a is equal to 2. So 4 into 2 8. ആക്സിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ y² ആണെങ്കിൽ ആക്സിസ് x ആയിരിക്കും. ക്വസ്റ്റ്യൻ y² ആണെങ്കിൽ ആക്സിസ് x ആക്സിസ് ആയിരിക്കും. 4 മാർക്സ്. എങ്ങനെയുണ്ട്? ഇനി എലിപ്സിലേക്ക് പോയാലോ? പാരബോള പൊളി. സാറെ പേടിച്ചു സാറേ. പാരബോള അടിപൊളി സാറേ. പാരബോള സെറ്റായി സാർ. എന്താ അല്ലേ? ഇനി സാറിന്റെ ഫിസിക്സ് ക്ലാസ് കൂടി കണ്ടിട്ട് വേണം നിങ്ങൾക്ക് സമാധാനം. വേഗം എലിപ്സിന്റെ കൂടി എടുത്താലോ? ഗെറ്റ് റെഡി. വേഗം എലിപ്സ് നോക്കിയാലോ? ഹൗ മെനി ഓഫ് യു ആർ റെഡി ഫോർ എലിപ്സ്? ഹൈപ്പർബോള വേണ്ട, എലിപ്സും കൂടി പഠിച്ചാൽ എനിക്കൊരു സേഫ് ആയി. പിന്നെ കോണിക് സെക്ഷൻ 1 മാർക്ക് പോലും പോവില്ല. കാരണം നിങ്ങൾക്ക് ഓപ്ഷനുള്ളതുകൊണ്ട് ഹൈപ്പർബോള തട്ടാം. പിന്നെ എലിപ്സ് പഠിച്ചവർക്ക് ഹൈപ്പർബോള എളുപ്പമായിരിക്കും. എലിപ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർബോള എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ ഒരു സർക്കിളും 4 പാരബോളയും പഠിച്ചു. ഓൾമോസ്റ്റ് 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം തീർത്തത്. ഒരു അരമണിക്കൂർ കൂടി തന്നാൽ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടി തന്നാൽ എലിപ്സും സെറ്റ് ആക്കാം. ഒരു 15 മിനിറ്റ് കൂടി തന്നാൽ എലിപ്സും സെറ്റ് ആക്കാം. പിന്നെ നിങ്ങൾക്ക് കോണിക് സെക്ഷൻ 1 മാർക്ക് പുറത്തു പോവില്ല. നിങ്ങളുടെ 1 മാർക്ക് പുറത്തു പോവില്ല. ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ചു. പിന്നെ നിങ്ങൾക്ക് 1 മാർക്ക് പുറത്തു പോകും. Are you ready? ഒരാള് 2 ആളെ റെഡി പറയുന്നത്, മറ്റുള്ളവരൊന്നും റെഡി ആയിട്ടില്ല. എന്താ ചെയ്യുന്ന അവര്? ഉറങ്ങിയോ എല്ലാരും? What they are doing? I don't know. Good. ഇനി എലിപ്സ് 2 ടൈപ്പ് ഉണ്ട് പൊന്നു മക്കളെ. ഒരു എലിപ്സ് ഇങ്ങനെ നോക്കിക്കോ, ഇങ്ങനെ ഹൊറിസോണ്ടൽ എലിപ്സ് ആണ്. ഹൊറിസോണ്ടൽ ഇവിടെ കൂടുതൽ ഹൊറിസോണ്ടൽ എലിപ്സ്. മറ്റൊരു എലിപ്സ് വെർട്ടിക്കൽ എലിപ്സ് എന്ന് പറയാം. ഇത് എ ആണ് മക്കളെ, ശ്രദ്ധിച്ചോ. ഇത് എ ആണ്, ഇത് ബി ആണ്. ഇത് എ ആണ്, ഇത് ബി ആണ്. എക്സ് ആക്സിസിൽ ഉള്ളത് എ ആണ്, മറ്റത് ബി ആണ്. സോ ഇവിടെ എ വലുതാണ്. നോക്കി, ഇവിടെ എ വലുതാണ്. എ ബി യേക്കാളും വലുതാണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണ്. ഇവിടെ എങ്ങനെയാണ്? എ ലെസ് ദാൻ ബി ആണ്. ശരിയല്ലേ? എ ചെറുതാ, ബി വലുത്. ബി എന്ന് വെച്ചാൽ ഇത് തൊട്ടിട്ട് ഇത് വരെയുള്ളതാണ് ബി, ഇത് തൊട്ട് ഇത് വരെയുള്ളതാണ് എ. നോക്ക്, ഇതാണ് ബി. നോക്ക്, ബി എന്ന് വെച്ചാൽ ഇതാണ് ബി. എ എന്ന് വെച്ചാൽ ഇതാണ് എ. ഇവിടെ ഇതാണ് എ, ഇതാണ് ബി. ക്ലിയർ ആയോ? ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണ്, അവിടെ എ ലെസ് ദാൻ ബി ആണ്.
രണ്ടിന്റെയും ഇക്വേഷൻ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. രണ്ടിന്റെ ഇക്വേഷൻ സെയിം ആണ്. പക്ഷെ ഒന്നില് എ വലുതാണ്, മറ്റേല് ബി ആണ് വലുത്. ഒന്നിൽ എ വലുതാണ്, മറ്റേല് ബി ആണ് വലുത്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൽ ഏത് എലിപ്സ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ സാർ പറഞ്ഞുതരാം. നോക്കിയ ഒരു ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈസ് ഈക്വൽ ടു 1. ഈ എലിപ്സ് എങ്ങനെയായിരിക്കും നോക്ക്. ഇത് നമുക്കറിയുന്ന ഫോർമുല എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 അല്ലേ? ഇതില് എ ആണ് വലുത്, ഇവിടെ ബി ചെറുതാണ്, എ വലുതാണ്. എ സ്ക്വയർ വലുത്. എ വലുതാണെങ്കിൽ ഇതായിരിക്കും എലിപ്സ്. എ വലുതാണെങ്കിൽ ഇതാണ് എലിപ്സ്. ക്ലിയർ? ഹൊറിസോണ്ടൽ എലിപ്സ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈസ് ഈക്വൽ ടു 1. നമുക്കറിയാവുന്ന ഫോർമുല എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇവിടെ എ ചെറുതാണ്, ബി വലുതാണ്. ഇവിടെ എ ലെസ് ദാൻ ബി ആണ്. ഇവിടെ എ ലെസ് ദാൻ ബി ആയതുകൊണ്ട് ഇതായിരിക്കും എലിപ്സ്. How many of you understood? Please say yes or no. Is it clear or not? Please tell me. Sare confusion poli. Confusion മാറി കിട്ടി സാറേ, സെറ്റ് ആണ്. സാറേ കൺഫ്യൂഷൻ മാറി കിട്ടി, സെറ്റ് ആണ്. സാറേ കൺഫ്യൂഷൻ മാറി കിട്ടി, സെറ്റ് ആണ്. സാറേ കൺഫ്യൂഷൻ മാറി കിട്ടി, സെറ്റ് ആണ്. ക്ലിയർ സാർ? രണ്ടും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ 1 ആണ് മഹാറാണി. രണ്ടിന്റെ ഇക്വേഷനും സെയിം ഇക്വേഷൻ ആണ്. ഇതാ രണ്ടും സെയിം ഇക്വേഷൻ, ഒറ്റ വ്യത്യാസം ഒരു ഭാഗത്ത് എ ഗ്രേറ്റർ ദാൻ ബി. ഇത് ഇതിനേക്കാൾ വലുതായിരിക്കും. ഇത് ചെറുതാവുമ്പോ ഇങ്ങനെ വെർട്ടിക്കൽ എലിപ്സ്. എ ബിയേക്കാൾ വലുതാണോ എ ബിയേക്കാൾ ചെറുതാണോ എന്നുള്ളതിനനുസരിച്ചാണ്. അതാണ് ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി. ഇതിങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ ഈ എലിപ്സ്. എ ചെറുതാണെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ, അപ്പൊ മറ്റേതാ വലുതാവും. ക്ലിയർ? സേസ് ഓർ നോ? സേസ് ഓർ നോ? ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണ്. വെർട്ടിക്കൽ എലിപ്സിൽ എ ലെസ് ദാൻ ബി ആണ്. എ എന്ന് വെച്ചാൽ ഇതാണ് എ. ഇങ്ങനെ ഒരു എലിപ്സ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇതുവരെയുള്ള എക്സ് ആക്സിസ് ഉള്ള സാധനത്തിനാണ് വാട്ട് വി കോൾ ആസ് എ. ഇവിടുന്ന് ഇതുവരെയുള്ള വൈ ആക്സിസ് ഉള്ള സാധനത്തിനാണ് ബി. ഇവിടെ എ വലുതല്ലേ നോക്ക്, എ ബിയേക്കാളും വലുതാണ്. ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പൊ ഇതേ ഫോർമുലയൊക്കെ സെയിം ആണ്. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഫോർമുല സെയിം തന്നെയാണ്. എ എന്ന് പറയുന്ന സാധനം ബിയേക്കാളും വലുതാണ്. ഇതിനെ മേജർ ആക്സിസ് എന്ന് പറയും, സെമി മേജർ ആക്സിസ്. This is called as semi major axis. This is called as minor axis. Semi minor axis. This is semi major axis. This is semi minor axis. Semi means half. The മൊത്തത്തിലുള്ളതാണ് മേജർ ആക്സിസ്. അതിന്റെ പകുതി സെമി മേജർ ആക്സിസ്. സെമി ഇത് ഫുൾ ആണ് മൈനർ, പക്ഷെ അതിന്റെ പകുതിയാണ് സെമി മൈനർ ആക്സിസ്. ക്ലിയർ? ഇതേ സാധനം ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കണം. എ ഇതാണ് എ ചെറുത്, ഇതാണ് ബി വലുത്. സോ ഇവിടെ എ ലെസ് ദാൻ ബി വലുതായി പോയി. അതേ ഫോർമുല പക്ഷെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഞാനൊക്കെ പഠിക്കുന്ന എന്താ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എക്സിന്റെ താഴെ വലുതാണെങ്കിൽ എക്സ് ആക്സിസിലേക്ക് ഇങ്ങനെ പരന്നു പോകും. എക്സിന്റെ താഴെ വലിയ സാധനമാണെങ്കിൽ, എക്സിന്റെ താഴെ വലിയ നമ്പർ ആണെങ്കിൽ എക്സ് ആക്സിസിലേക്ക് പരക്കും. എക്സിന്റെ താഴെ വലിയ സാധനം എ വലുതാണെങ്കിൽ എക്സിലേക്ക് പരക്കും. വൈയുടെ താഴെയാണ് വലുതെങ്കിൽ, ബി ആണ് വലുതെങ്കിൽ വൈ ആക്സിസിലേക്ക് പരക്കും. ഇനി കൺഫ്യൂഷൻ ഉണ്ടോ? എക്സിന്റെ താഴെയുള്ളതാണ് വലുതെങ്കിൽ എക്സിലേക്ക് പരക്കും, വൈയുടെ താഴെയുള്ളതാണ് വലുതെങ്കിൽ വൈയിലേക്ക് പരക്കും. ഇനി മാറുമോ? എന്ത് എഫർട്ടടാ സാറെ കൊണ്ട് ഇടിപ്പിക്കണം നിങ്ങള്. എന്റെ അമ്മോ,
ഇത്രയൊന്നും നിന്റെ സ്കൂളത്തെ മാത്സ് ടീച്ചർ അല്ല, ലോകത്ത് ഒരു മാത്സ് ടീച്ചറും ഇത്രയും എഫേർട്ട് ഇടില്ല. ലോകത്ത് ഒരു മാത്സ് ടീച്ചർ ഇത്രമാത്രം എഫേർട്ട് ഇടില്ല. എന്റെ അമ്മു, എന്റെ പരിപാടി തീർത്തു നിങ്ങൾ. ഓക്കെ അല്ലേ? ഷാൽ വി മൂവ്? ഈ ഫോർമുല എഴുതിക്കോ. ഫോർമുല എഴുതാ. നമുക്കറിയാം രണ്ടിന്റെയും ഫോർമുല സെയിം ആണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇവിടെ എ ബി യേക്കാൾ വലുതാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എങ്ങനെയാണ് എലിപ്സ് ഉണ്ടാവുക? നമ്മൾ പഠിച്ച എലിപ്സ് എങ്ങനെയാണ്? കാരണം എക്സിന്റെ താഴെയാണ് വലുത്, എ ആണ് ഗ്രേറ്റർ. എ ഗ്രേറ്റർ ആണെങ്കിൽ എക്സ് ആക്സിസിലേക്ക് പരക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോർമുല മുഴുവൻ എഴുതുക. അപ്പുറത്ത് സെയിം ഫോർമുല എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇവിടെ ഇഫ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ, എ ബി യേക്കാൾ ചെറുതാണെങ്കിൽ, ഇങ്ങനെയാണ് എഴുതുക. ഇനി ഇതിന്റെ ഫോർമുലാസ് എഴുതാം. അത് കുഴപ്പമില്ല, അത് നമുക്ക് എങ്ങനെയാണ് ആവശ്യം അതുപോലെ ഇട്ടാൽ മതി മോനെ. അഫ്ല പറഞ്ഞ പോലെ ചെറുത് വലുത് വെച്ച് കളിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇതാവുമ്പോ നമുക്ക് ഫോർമുല പഠിച്ചെടുക്കാൻ എളുപ്പമാവും. ഓക്കെ, ഏതാണോ വലുത് അത് എ ആക്കി എടുക്കും. അപ്പൊ ഫോർമുല മാറും. ഈ ഫോർമുല എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ആവും. ക്ലിയർ ആയ? അത് വേണ്ട, ഫോർമുല എഴുതിയെടുത്തോ. എക്സിൻട്രിസിറ്റി ഫോർമുല അപ്പൊ എഴുതിയെടുത്തോളെ. എക്സിൻട്രിസിറ്റി കാണാൻ, എക്സിൻട്രിസിറ്റി കാണാനാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുക. റൂട്ട് ഓഫ്, ഇവിടെ എ വലുത്, എ വലുതായതുകൊണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. എക്സിൻട്രിസിറ്റി. ലാറ്റസ് റെക്റ്റം കാണാനുള്ള ഫോർമുല, 2b സ്ക്വയർ ബൈ എ. ഫോക്കൈ കാണാനുള്ള ഫോർമുല, ഫോക്കസിനാണ് ഫോക്കൈ, രണ്ട് ഫോക്കൈ ഉണ്ടാവുമല്ലോ. ഫോക്കസ് കാണാനുള്ള ഫോർമുല പ്ലസ് ഓർ മൈനസ് എ ഇ കോമ 0. ഈ മീൻസ് എക്സെൻട്രിസിറ്റി കേട്ടോ. ഈ മീൻസ് എക്സെൻട്രിസിറ്റി. ഫോക്കസ് സെന്റർ ഈസ് 0 0. Center is always 0 0. Vertex നിങ്ങൾ ഇത്ര എഴുത്, എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ വേറെ എഴുതാം. ഇവിടെ എക്സെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല നേരെ ഓപ്പോസിറ്റ്. റൂട്ട് ഓഫ് വലിയ സാധനത്തിൽ നിന്ന് ചെറിയ സാധനം മൈനസ് ചെയ്യുക, അത്രേ ഉള്ളൂ. വലിയ സാധനത്തിൽ നിന്ന് ചെറിയ സാധനം മൈനസ് ചെയ്യുക. ലാറ്റസ് റെക്റ്റം ഫോർമുല ഈസ് സെയിം അല്ലേ? 2b സ്ക്വയർ ബൈ എ ആണെങ്കിൽ ഇത് 2a സ്ക്വയർ ബൈ ബി ആവും. ലാറ്റസ് റെക്റ്റം. ഫോക്കൈ 0 പ്ലസ് ഓർ മൈനസ് ബിഇ. കണ്ടോ അഫ്ല? ഇതാണ് എളുപ്പം. നീ പറഞ്ഞത് കുറച്ച് കൺഫ്യൂഷൻ ആണ്. ഇതാണ് നമുക്ക് എളുപ്പം. എയും ബിയും വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം അഫ്ല. ദിസ് വൺ ഈസ് ഈസി. വേഗം എഴുത്. 4 ഫോർമുലയും കൂടി ഉണ്ട്, അതുകൂടി കഴിഞ്ഞ് നേരെ പ്രോബ്ലം ചെയ്യാം. നിങ്ങളുടെ സ്കൂളിൽ 1.5 മണിക്കൂർ കൊണ്ട് ഹൈപ്പർബോള ഒഴികെ ബാക്കി എല്ലാം ടീച്ചേഴ്സിന് എടുത്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടോ? എ ഇ ആണ് കേട്ടോ. ദിസ് ഇസ് എക്സെൻട്രിസിറ്റി. ദിസ് ഇസ് ഇ എക്സെൻട്രിസിറ്റി. ദിസ് ഇസ് എ. ഇ മീൻസ് എക്സെൻട്രിസിറ്റി. അത് ആദ്യം കാണണം. സ്കൂളിൽ ഇത്രയും സമയം കൊണ്ട് കോണിക് സെക്ഷൻ ഇത്രയും തീർക്കുവോ? ടെൽ മീ. ഇതിന്റെ ഫോർമുല എക്സെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല. കൺഫ്യൂഷൻ. സ്കൂളിൽ ഇത്രയും സമയം കൊണ്ട് ഇത്രയും ടോപ്പിക് തീർക്കുവോ? അത് ശരിയാ. ഫോർമുല ചേഞ്ച്, ഇക്വേഷൻ റിമെയിൻസ് സെയിം. നാളെ പരീക്ഷയ്ക്ക് കോണിക് സെക്ഷൻ എന്റെ പിള്ളേർ 1 മാർക്ക് പോകാൻ മതി, അത്രേ എനിക്കുള്ളൂ. ഫോക്കസും സെന്ററും കഴിഞ്ഞാൽ പറയാ, എഴുതി കഴിഞ്ഞാൽ പറയാ. 2 ഫോർമുലയും കൂടി ഉണ്ട് 2 വശത്തും എഴുതാൻ. കഴിഞ്ഞാൽ സേ യെസ്, ഫിനിഷ്. കഴിഞ്ഞ യെസ്. ഇനി ഇതേപോലെ 2 കോളം
അപ്പുറത്ത് നമ്മൾ പഠിച്ചതില് വെർട്ടിസസ് കാണാനുള്ള ഫോർമുല +or-a 0. വെർട്ടിസസ് കാണാനുള്ള ഫോർമുല ഡയറക്ട്രിക്സ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് x is equal to +or-a/e. +or-a/e. x is equal to +or-a/e. ഒന്നും കൂടി ഞാൻ ഇവിടെ എഴുതാം. x is equal to +or-a/e. ഡയറക്ട്രിക്സിന്റെ ഫോർമുല. ഡയറക്ട്രിക്സിന്റെ ഫോർമുല കേട്ടോ. Don't get confused. Okay. Don't get confused. My dear students, x is equal to +or-a/e. In the length of major axis. Length of major axis 2a. Length of major axis 2a. The length of minor axis 2b. ഇനി അപ്പുറത്ത് വെർട്ടിസസ് 0 +or-b. മറ്റേ എലിപ്സ് ആണ് കേട്ടോ. മറ്റേ എലിപ്സ് ഡയറക്ട്രിക്സ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ അറിയാലോ അല്ലെ. y is equal to +or-b/e. y is equal to +or-b/e. Length of major axis 2b. Length of minor axis 2a. ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്താൽ പറയാ, നേരെ ക്വസ്റ്റ്യൻ ചെയ്യാം. കഴിഞ്ഞാൽ യു നീഡ് ടു ടെൽ മീ ഫിനിഷ്ഡ്, ദെൻ ഓൺലി വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എലിപ്സിന്റെ ഒരു ക്വസ്റ്റ്യനെങ്കിലും ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ എനിക്കൊരു തൃപ്തിയായി. ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ ഭയങ്കര ചുറ്റലായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കാണ് കോണിക് സെക്ഷൻ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തരാം. ആ വാക്ക് ഞാൻ പാലിച്ചു. ഓക്കെ മിസ്ന, നൗ ഹൗ ഡു യു ഫീൽ അബൌട്ട് കോണിക് സെക്ഷൻ മിസ്ന? ശരിക്കും ഇന്നത്തെ ക്ലാസ്സിന് നിങ്ങൾ താങ്ക്സ് പറയേണ്ടത് മിസ്നയോടാണ്. കാരണം മിസ്നയാണ് എന്നോട് പറഞ്ഞത് സാറേ ഞങ്ങൾക്ക് കോണിക് സെക്ഷൻ ഒന്ന് ടച്ച് ചെയ്ത് തരണം അല്ലെ. ഇന്നിപ്പോ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കോണിക് സെക്ഷൻ? പ്ലീസ് ടെൽ മീ, ടു ബി ഫ്രാങ്ക്. നൗ ടെൽ മീ ഹൗ ഈസ് ദിസ്? അന്ന് മിസ്ന കോണിക് സെക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു എക്സെൻട്രിസിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. ക്വസ്റ്റ്യൻ ചെയ്യാം. ആർ യു റെഡി? ഇത് പഠിച്ചവർക്ക് ഹൈപ്പർബോള പെട്ടെന്ന്. എക്സെൻട്രിസിറ്റി എപ്പോഴും 1 കുറവായിരിക്കും കേട്ടോ. എക്സെൻട്രിസിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. അത് നോട്ട് എഴുതിക്കാം. നമ്മുടെ അഫ്ലയുടെ വക ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. Eccentricity is always less than 1. The value of eccentricity is always less than 1. Take down one question. Find the coordinates of. Take down the question. Find the coordinates of foci, vertices and length of lattice rectum. Of ellipse x square by 25 plus y square by 100 is equal to 1.
ഈ തന്ന ക്വസ്റ്റ്യൻ എലിപ്സ് ആണ്. ഇതിന്റെ ഫോക്കസ് കാണണം, വെർട്ടിസസ് കാണണം, ലാറ്റസ് റെക്ടം കാണണം. ഇത് വെർട്ടിക്കൽ എലിപ്സ് ആണോ ഹൊറിസോണ്ടൽ എലിപ്സ് ആണോ? യൂസ് യുവർ കോമൺ സെൻസ്. ഇത് വെർട്ടിക്കൽ എലിപ്സ് ആണോ ഹൊറിസോണ്ടൽ എലിപ്സ് ആണോ? യൂസ് യുവർ കോമൺ സെൻസ്. Is this a vertical ellipse or horizontal ellipse? Is this a vertical ellipse or horizontal ellipse? Is this a vertical ellipse or horizontal ellipse? Is this a vertical ellipse or vertical? Very good. എന്താ കാരണം? നമുക്കറിയാവുന്ന ഫോർമുല x square by a square plus y square by b square is equal to 1 ആണ്. ഇവിടെ a ചെറുതും b വലുതുമാണ്. സോ ഇവിടെ a ലെസ് ദാൻ b ആണ്. a ലെസ് ദാൻ b ആണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ എലിപ്സ് ആണ്, വെർട്ടിക്കൽ എലിപ്സ് ആണ്. a ലെസ് ദാൻ b, b വലുതും a ചെറുതും, വെർട്ടിക്കൽ എലിപ്സ്. സേ യെസ് ഓർ നോ? ഇനി ഫോർമുല അപ്ലൈ ചെയ്യാം. എന്തൊക്കെ കാണാൻ പറഞ്ഞിട്ട്? ഫോക്കൈ. എന്താ ഫോക്കസിന്റെ ഫോർമുല? ഇതാണ് സാധനം. ഫോക്കസിന്റെ ഫോർമുല 0 പ്ലസ് ഓർ മൈനസ് ബി ആണ്. പക്ഷെ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ മുമ്പ് വി നീഡ് ടു ഫൈൻഡ് ഇ. വി നീഡ് ടു ഫൈൻഡ് ഇ. ഓക്കെ ഓക്കെ ഓർ നോട്ട്? നിങ്ങൾ എഴുതിയ ഇക്വേഷനില് നിങ്ങൾ ബിക്ക് ഇക്വേഷൻ എഴുതിണ്ടോ നോക്ക്. ബി കാണാൻ ഇക്വേഷൻ എഴുതിണ്ടോ നോക്ക് ടേബിളില്, അല്ലെങ്കിൽ പണി കിട്ടും. ബിക്ക് ഇക്വേഷൻ, ആ രണ്ട് ഇക്വേഷൻ കൂടി നമുക്ക് എഴുതി ചേർക്കാം കേട്ടോ. ഇവിടെ സ്ഥലമില്ല അല്ലെ? യെസ്, ഈ ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾ എഴുതിയെടുത്തോ പൊന്നു മക്കള്. ഈ ഇക്വേഷൻ കൂടി എഴുതിയെടുത്തോ. ഇവിടെ ബി സ്ക്വയർ കാണാനുള്ള ഫോർമുല എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ. ബി കാണാനുള്ള ഫോർമുല കേട്ടോ, നോട്ട് ചെയ്തോ സ്പെസിഫിക് ആയിട്ട്. ഇവിടെ എ സ്ക്വയർ കാണാനുള്ള ഫോർമുല ബി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ. ഇത് നോട്ട് ചെയ്തോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. This formula is very very important. Please note in both cases. രണ്ട് കേസിലും നിങ്ങൾ നോട്ട് ചെയ്തിട്ടേക്ക്. Please note these two formulas. മറ്റേ എക്സെൻട്രിസിറ്റി ഫോർമുലയിൽ നിന്ന് കിട്ടും, എന്നാലും സേഫ്റ്റിക്ക്. ബി സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ, എ സ്ക്വയർ ഇക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ. Once again I repeat, here b square is equal to a square into 1 minus e square. Here a square equal to b square into 1 minus a, b അങ്ങോട്ട് എടുത്ത് മാറും. Yes, ആദ്യം എക്സെൻട്രിസിറ്റി കാണാം. എക്സെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല രണ്ടാമത്തെ ഇതാണ്. നമ്മുടെ കേസ് നമ്മുടെ ബി ആണ് വലുത്, എ ചെറുതും ബി വലുതുമാണ്. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. സോ വാട്ട് ഈസ് ദ വാല്യൂ? വാട്ട് ഈസ് ദ വാല്യൂ? വാട്ട് ഈസ് ദ വാല്യൂ? ക്യാൻ എനിവൺ സേ? ക്യാൻ എനിവൺ സേ? ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 9 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണോ തന്നിട്ടുണ്ടായിരുന്നത് സാർ? ഒന്ന് നോക്കിയേ. x square by 25. ക്വസ്റ്റ്യൻ ഒന്ന് പറയടാ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. x square by 25 plus y square by 16 is equal to 1. ആണോ? ക്വസ്റ്റ്യൻ എന്താ? y square by 100 അല്ലേ? അല്ലേ മക്കളെ ക്വസ്റ്റ്യൻ? അല്ലേ? സേ യെസ് ഓർ നോ? എന്താ എക്സെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല? യെസ് ഓർ നോ പറഞ്ഞിട്ട് ഒരാളും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതെന്താ സംഭവം? ചെയ്യാൻ തുടങ്ങിയ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? നമുക്ക് ഈ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ ബൈ 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണ്, പ്ലസ് y സ്ക്വയർ ബൈ 100 എന്ന് വെച്ചാൽ 10ന്റെ സ്ക്വയർ ആണ്, ഇസ് ഈക്വൽ ടു 1. ഇത് എ, ഇത് ബി. ഇവിടെ ബി ആണ് വലുത്. So b വലുതാവുമ്പോൾ eccentricity കാണാൻ b എന്ന് മൈനസ് ചെയ്താൽ മതി. What is the formula? What is the formula for eccentricity? Can anyone say b വലുതാവുമ്പോൾ നോക്കിയേ b വലുതാവുമ്പോൾ eccentricity കാണാനുള്ള ഫോർമുല b യിൽ നിന്നും a മൈനസ് ചെയ്താൽ മതി. റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് a സ്ക്വയർ ബൈ b സ്ക്വയർ. റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് a സ്ക്വയർ. വലുതെന്ന് അത് ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യുക ബൈ ബി സ്ക്വയർ. സേ യെസ് ഓർ നോ? സോ വാട്ട് വി വിൽ ഗെറ്റ്? റൂട്ട് ഓഫ് 100 minus 25 divided by
divided by 100. Say yes or no? അല്ലേ? ഇത് നോക്ക്, ഫോർമുല നോക്ക്. ഇതാ root of b square minus a square by b square. Is it correct or not? So what is the value of eccentricity? Can anyone say what is the value of eccentricity for this question? No idea. No idea. Ten square എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 അല്ലേ? സോ റൂട്ട് ഓഫ് എത്ര കിട്ടുക? വാല്യൂ വെറും 0.75 ആണോടാ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ? What is the value of eccentricity? Can anyone say? സിമ്പിൾ ആണ് സംഭവം. നോക്ക്, 75 ബൈ ഈ റൂട്ട് മൊത്തത്തിലുണ്ട് കേട്ടോ. ഈ റൂട്ട് മൊത്തത്തിലുണ്ട്, ചിലവര് കുറച്ച് കിടന്ന് റൂട്ട് മൊത്തത്തിലുണ്ട്. ഓക്കെ, റൂട്ട് ഓഫ് 75 by 100 25 ആണെങ്കിൽ 325 425. The answer is root 3 by 4. How many of you got the answer? The answer root 3 by 5, root 3 by 4. ഇനി 4നെ റൂട്ടിന്റെ വെളിയിൽ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് 3ക്ക് റൂട്ടും 4 റൂട്ടിന്റെ വെളിയിൽ വരുമ്പോൾ root 3 by 2. ഈ റൂട്ട് മൊത്തത്തിലുണ്ട്, നിങ്ങൾ ഫോർമുല എഴുതുമ്പോൾ അത് തെറ്റിപ്പോണ്ട. ഈ റൂട്ട് മൊത്തത്തിലുണ്ട്. The answer is root 3 by 2. ഫോർമുലയിലെ അത് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഫോർമുലയിലെ ക്ലിയർ ആയോ? ഇതാ ഈ a സ്ക്വയറും കൂടി റൂട്ടിനകത്ത് ഉണ്ടെന്ന്, ഈ b സ്ക്വയറും കൂടി 9.75 എന്നൊക്കെയാണ് ചെലവ് പറയണം. എന്ത് പിള്ളേരാണ്? എന്താ ക്വസ്റ്റ്യൻ? എത്ര പേര് കിട്ടി കറക്റ്റ് ആൻസർ? പറയും, എന്താ ക്വസ്റ്റ്യൻ? x square by 25 plus y square by 100 is equal to 1. അതായത് x square by 25 എന്ന് വെച്ചാൽ 5 square plus y square by 100 എന്ന് വെച്ചാൽ 10 square is equal to 1. ഇവിടെ ഇതാണ് a, ഇതാണ് b. So here a is equal to 5, b is equal to 10. So a less than b. So here a less than b. A less than b. Very good, Aditya. So a less than b ആണെങ്കിൽ എക്സെൻട്രിസിറ്റി കാണുന്നത് രണ്ടാമത്തെ ഫോർമുലയാണ്. a greater than b ആണെങ്കിൽ ആദ്യത്തെ ഫോർമുല. ഏതാണോ വലുത് അതൊന്ന് മനസ്സിലാക്കുക. റൂട്ട് ഓഫ് വലുത് b ആയതുകൊണ്ട്, b വലുതായതുകൊണ്ട് b സ്ക്വയർ മൈനസ് a സ്ക്വയർ ബൈ b സ്ക്വയർ. ചില സ്കൂളിൽ 1 മൈനസ് a സ്ക്വയർ ബൈ b സ്ക്വയർ എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും ചില സ്കൂളിൽ. കാരണം b സ്ക്വയർ ബൈ b സ്ക്വയർ 1 ആണ്, 1 മൈനസ് a സ്ക്വയർ ബൈ b സ്ക്വയർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ചിലവിടെ 1 മൈനസ് a ബൈ b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് വിഷയമല്ല, നമുക്ക് ഇത് എഴുതിയാൽ മതി. സോ എക്സെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല റൂട്ട് ഓഫ് വാട്ട് ഈസ് b 10. സോ 10 സ്ക്വയർ മൈനസ് വാട്ട് ഈസ് a 5 സ്ക്വയർ ബൈ what is b square 10 square. So what we will get? Root of 10 square is 100 minus 25 is 75 by 10 square is 100. വെട്ടി പോവാം കോമൺ ആയിട്ട്. 25 3 times, 25 4 times. 3 into 25 75, 4 into 25 100. രണ്ടിലും കോമൺ ടേം 25 പോവും. രണ്ടിലും 3 25 75 4 25 100. സോ റൂട്ട് 3 by 4 എന്ന് പറയുമ്പോൾ റൂട്ട് 3ക്ക് വേറെ ഒന്നുമില്ല, പക്ഷെ 4ന്റെ റൂട്ട് 2 ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക്. സോ എക്സെൻട്രിസിറ്റി ഈസ് റൂട്ട് 3 by 2. ഹൗ മെനി ഓഫ് യു ഗോട്ട് ദിസ് ആൻസർ? നൗ ടെൽ മീ. ഈ റൂട്ട് 3ക്ക് വേറെ റൂട്ട് ഇല്ലാത്തതുകൊണ്ട് അതിനെ റൂട്ടിനകത്ത് തന്നെ ഇട്ടു. 4ന്റെ റൂട്ട് 2 ആയതുകൊണ്ട് 2നെ പുറത്തെടുത്തു.
എത്ര പേര് ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? പ്ലീസ് ടെൽ മീ. എക്സെൻട്രിസിറ്റി കാണാനാണ് കഷ്ടം. ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? ഓക്കെ. √3/2. √3/2. ഇനി a സ്ക്വയർ കാണാനുള്ള ഫോർമുല ഏതാ? a സ്ക്വയർ ആണ് ഇവിടെ കണ്ടത്. a സ്ക്വയർ = b സ്ക്വയർ × 1 - e സ്ക്വയർ. a സ്ക്വയർ ഓൾറെഡി നമ്മുടെ ഉണ്ടല്ലോ അല്ലെ? a സ്ക്വയർ ഒക്കെ നമ്മുടെ ഓൾറെഡി ഇല്ലേ? പിന്നെ എന്തിനാ അത് അല്ലേ? a സ്ക്വയർ ഒക്കെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ ഇല്ലേ? ഇനി എന്തൊക്കെയാ കാണാൻ പറഞ്ഞിട്ടുണ്ട് മക്കൾ? ഒന്ന് നോക്ക്. ഈ ക്വസ്റ്റ്യൻ വേറെ എന്തൊക്കെയാ കാണാൻ പറഞ്ഞത് നമ്മളോട്? അത് പോയോ? പേജ് ഫോക്കൽ വെർട്ടിസസ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ഇതിലെ എക്സെൻട്രിസിറ്റി പറഞ്ഞില്ലേ? ഫോക്കൽ. എന്താ ഫോക്കൽ കാണാനുള്ള ഫോർമുല നോക്കിയേ മക്കളെ? ഫോക്കൽ കാണാനുള്ള ഫോർമുല നോക്കിയേ. 0, ± b. 0, ± b. ഫോക്കസ് കാണാം. 0 ഫോക്കസ് കാണാനുള്ള ഫോർമുല 0 ± b. Say yes or no? Say yes or no? What is b here? b നിങ്ങൾ കണ്ടുവെച്ചിട്ടുണ്ടല്ലോ. That is b നിങ്ങൾ ഓൾറെഡി കണ്ടുവെച്ചിട്ടുണ്ടല്ലോ. What is b here? Can anyone say? ± b അവിടെ കണ്ടുവെച്ചിട്ടുണ്ടല്ലോ. b. What is b? What is b? What is b? Nobody is answering. What is b? Focus കാണാൻ പറഞ്ഞ എക്സെൻട്രിസിറ്റി കണ്ടു. What is b here? Can anyone say 10? What is b here? 10. So 10 into what is eccentricity? √3/2. Eccentricity √3/2. ഈ 2 ഇതും വെട്ടിപ്പോകുമ്പോൾ 5. So the focus is 0, ± 5√3. How many of you got this answer? Is it easy or not? Foci കിട്ടി. Is it easy or not? Eccentricity എലിപ്സിന്റെ പ്രോബ്ലം കിട്ടിയാൽ ഒന്നും നോക്കണ്ട. എലിപ്സ് ഈ ആണ്, എക്സെൻട്രിസിറ്റി കാണാം. എക്സെൻട്രിസിറ്റി വെർട്ടിക്കൽ എലിപ്സ് ആണെങ്കിൽ √b² - a²/b². ഹൊറിസോണ്ടൽ എലിപ്സ് ആണെങ്കിൽ വലുതെന്ന് ചേർത്ത് √a² - b²/a². അത് മാത്രം നോക്കുക. സാധനം സെറ്റ് ആക്കി. ഫോക്കൈ കിട്ടി. ഫോക്കൈ കിട്ടിയല്ലോ. ഇനി എന്താ നോക്കേണ്ടത്? ഫോക്കൈ കഴിഞ്ഞാൽ വെർട്ടിസസ്. എന്താ വെർട്ടിസസ് കാണാനുള്ള ഫോർമുല? രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. വെർട്ടിസസ് 0, ± b. 0, ± b. 0, ± b. Vertices 0, ± b. So it is 0, ± 10. Say yes or no? അതും കഴിച്ചില്ലേ? ഇനി എന്താ കാണാൻ പറയുന്നത്? ലാറ്റസ് റെക്ടം. What is the formula for lattice rectum? Here we go. Lattice rectum 2a²/b. Here this 2b²/a. Here this 2a²/b. 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 2 into what is a²? a² അവിടെ 5 ആയിരുന്നു. a² എന്ന് പറയുമ്പോൾ 5² by b. b is 10. So it is 2 into 25 by 10. That is 50/10. It is 5. How many of you got this answer 5? Lattice rectum. How many of you got the answer as 5? How many of you got the answer 5? Lattice rectum. No one got this answer? Farhani kitinde. What about others? Yes. So in the പൊന്നു മക്കളെ മിസ്സാക്കരുത്. എലിപ്സ് പഠിച്ചവർക്ക് ഹൈപ്പർബോള എളുപ്പമാണ്. Now how do you feel about conic sections? Tell me. Now how do you feel about this chapter? Is it easy or difficult? Now how do you feel about this chapter? Is it difficult or easy? Is it easy or difficult? Tell me. Is it easy or difficult? Tell me. Good. ഉഷാറല്ലേ? മതി. ഇനി ഹൈപ്പർബോള എലിപ്സ് പഠിച്ച കുട്ടിക്ക് അതാ ജെറിൻ ബാബു പറയുന്നത് വെരി ഈസി.
അതൊക്കെ പോട്ടെ. സാറിന്റെ മാത്സ് ക്ലാസ് എങ്ങനെയുണ്ട്? നിങ്ങൾ ആദ്യമായിട്ടല്ലേ എന്റെ മാത്സ് ക്ലാസ് ഇരിക്കുന്നത്. സാറിന്റെ മാത്സ് ക്ലാസ് എങ്ങനെയുണ്ട്? ബോറാണോ? സാറിന്റെ മാത്സ് ക്ലാസ് എങ്ങനെയുണ്ട്? ആദിത്യ അഞ്ജന സൂപ്പർ സാർ, അടിപൊളി സാർ, അനന്യ സൂപ്പർ സാർ. ആർ യു ഹാപ്പി? നിങ്ങൾ വിശ്വസിച്ചില്ലല്ലേ സാറ് മാത്സും ഫിസിക്സും ഒക്കെ എടുക്കുന്നു പറഞ്ഞപ്പോ? ഇനി വരാൻ പോണല്ലേ ഉള്ളൂ പഠിച്ചത്. ഓക്കെ, യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. അഭിലാഷ ഓസൊന്നും വേണ്ടിയിരുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ബൈ ബൈ. കോണിക് സെക്ഷൻസ് പൊളിക്ക്. ബൈ ബൈ, ബൈ ബൈ. താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ പേഷ്യൻസ്. ബൈ ബൈ.